Good morning. Good morning, Miss. Good morning, ma'am. ഓക്കെ, നമ്മള് എവിടെ വരെയാ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു നിർത്തിയത് ഓർക്കുന്നുണ്ടോ? ക്യൂസിയുടെ കീഴിൽ വരുന്ന ആ ഒരു 5 എണ്ണം പറഞ്ഞില്ലായിരുന്നോ? 5 അക്രഡിറ്റേഷൻ ബോർഡുകളെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നോ? കംപ്ലീറ്റ് ആയില്ലേ? NABL വരെയും കംപ്ലീറ്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത പുതിയതായിട്ടൊരു ഭാഗത്തേക്കാണ് കിടക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് മെത്തഡോളജി ഓഫ് അക്രഡിറ്റേഷൻ. അപ്പൊ നമ്മൾ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സ്റ്റെപ്പുകളാണുള്ളത്? ഒരു ഹോസ്പിറ്റലിന് നാബിൽ നിന്നും അംഗീകാരം ലഭിക്കണമെങ്കിൽ ഏതൊക്കെ മെത്തേഡുകളിൽ ഫോളോ ചെയ്താൽ അല്ലെങ്കിൽ ഏതൊക്കെ മെത്തേഡുകളിലൂടെ പോയാലാണ് നാബിൽ നിന്നും ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിക്കുക? അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറെ സ്റ്റെപ്പുകൾ ഉണ്ട് അല്ലെ, കുറെ പ്രോസസ് ആണ് അല്ലെ, ഒരു ലോങ് പ്രോസസ് ആണ്. അപ്പൊ ആ ഒരു പ്രോസസ്, അതായത് അവിടെ അക്രഡിറ്റേഷൻ കിട്ടുന്നത് വരെയുള്ള പ്രോസസ്സ് മാത്രമല്ല, അത് കണ്ടിന്യൂ ചെയ്ത് പോവാനായിട്ട് ഒരു അക്രഡിറ്റേഷൻ കിട്ടാനായിട്ടൊക്കെ ഒരുപാട് സ്റ്റെപ്പുകൾ ഇവർ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡുകള് പ്രോസസ്സുകളൊക്കെയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നോക്കി, ആദ്യം തന്നെ മെത്തഡോളജി കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ ഭാഗം പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഓരോരോ പ്രോസസ്സുകളായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. നോക്കി, മെത്തഡോളജി ഓഫ് അക്രഡിറ്റേഷൻ. Hospital willing to be accredited by NAB must be committed to ensure implementation of NAB standards in their organization. അപ്പൊ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അവർക്ക് ആ നാബ് സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക അല്ലെ, നാബുമായി ബന്ധപ്പെട്ട് ഒരു അംഗീകാരം അവർക്ക് ലഭ്യമാകണം എന്നൊരു ആഗ്രഹം ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ അവര് നിർബന്ധമായിട്ടും എന്ത് പാലിക്കേണ്ടതായിട്ടുണ്ട്? എന്ത് പാലിക്കണം? ഒരു നാബിൽ നിന്ന് അംഗീകാരം കിട്ടണമെങ്കിൽ അവർ എന്ത് പാലിക്കണം? നിർബന്ധമായിട്ടും എന്താ പാലിക്കണ്ടേ? നാബിന്റെ സ്റ്റാൻഡേർഡ്സ് അല്ലെ, നാബിന്റെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ അവിടെ നടപ്പിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനിൽ ആ നാബ് സ്റ്റാൻഡേർഡ്സ് ഇംപ്ലിമെന്റ് ചെയ്യുക അല്ലെങ്കിൽ നടപ്പിലാക്കേണ്ടത് ഏതൊരു ഹോസ്പിറ്റലിലും, അതായത് നാബിൽ നിന്നും അംഗീകാരം വേണം എന്ന് ആഗ്രഹമുള്ള ഹോസ്പിറ്റലുകൾക്ക് അല്ലെ, അല്ലാത്തവർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നിർബന്ധമൊന്നുമില്ല. അപ്പൊ നാബിന്റെ അംഗീകാരം ആർക്കാണോ, ഏത് ഹോസ്പിറ്റൽസിനാണോ വേണ്ടത്, അവര് ഈ പറയുന്ന നാബ് സ്റ്റാൻഡേർഡ്സ് നടപ്പിലാക്കാൻ ബാധ്യസ്ഥരായിരിക്കും. The assessment team look for the evidence of implementation of the NAB standards in the organization. ഇനി ഇങ്ങനെ നമ്മൾ നാബുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് അവിടെ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യും? ആ ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് അവർ നല്ല രീതിയിൽ നാബ് സ്റ്റാൻഡേർഡ്സ് അവിടെ നടപ്പിലാക്കിയിട്ടുണ്ടോ, അതുമായി ബന്ധപ്പെട്ട എല്ലാ എവിഡൻസുകളും അല്ലെങ്കിൽ എല്ലാ തെളിവുകളും ആര് വിലയിരുത്തും? നാബ് മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു അസസ്മെന്റ് ടീം ഉണ്ട്, വിലയിരുത്തൽ നടത്തുന്ന ഒരു ടീം. ആ ഒരു ടീമാണ്, ആ ഒരു അസസ്മെന്റ് ടീമാണ് ഈ പറയുന്ന എല്ലാ തെളിവുകളും എന്തിനെ കുറിച്ചുള്ള ഒരു എവിഡൻസ് ആണ്? ആ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിൽ കൃത്യമായിട്ട് ഈ നാബിന്റെ സ്റ്റാൻഡേർഡ്സ് അവര് നടപ്പിലാക്കുന്നു എന്നതിനെ കുറിച്ചുള്ള എവിഡൻസുകൾ അല്ലെങ്കിൽ തെളിവുകള് കൃത്യമായിട്ട് വിലയിരുത്തൽ നടത്തുന്നത് ആ നാബ് നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു അസസ്മെന്റ് ടീം അല്ലെങ്കിൽ വിലയിരുത്തുന്ന ആ ഒരു ടീം ആയിരിക്കും. Then the hospital during the time of assessment should be able to demonstrate to the NAB assessment team that all the requirements of NAB standard as applicable are implemented and followed. ഇനി എന്ത് ചെയ്യുന്നു? ഒരു നാബിന്റെ ടീം ഒരു അസസ്മെന്റുമായി ബന്ധപ്പെട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. ആ ഒരു അസസ്മെന്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു വിലയിരുത്തൽ നടത്തുന്ന സമയത്ത് ആ ഹോസ്പിറ്റൽ എന്ത് ചെയ്യണം? ഈ നാബിന്റെ അസസ്മെന്റ് ടീമിന് വേണ്ടി ഈ നാബ് സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവര് ഫോളോ ചെയ്യുന്ന ക്വാളിറ്റി മാനുവൽസ് ഉണ്ട്, പോളിസികളുണ്ട്, പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട കുറെ ഡോക്യുമെന്റുകൾ ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവരെ ബാധിക്കുന്നതും അതുപോലെ ഇവര് നടപ്പിലാക്കുന്നതും ഫോളോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നാബ് സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട എല്ലാ എവിഡൻസുകളും അല്ലെങ്കിൽ എല്ലാ സാധനങ്ങളും ഈ
ഈ ഒരു നാബിന്റെ അസസ്മെന്റ് ടീമിന് ആ വിലയിരുത്തൽ നടത്തുന്ന സമയത്ത് ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്തിരിക്കണം. ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് ആ ഒരു പ്രോസസ്സിന്. ഏത് ഹോസ്പിറ്റലാണോ നാബ് സ്റ്റാൻഡേർഡ് കൃത്യമായിട്ട് പാലിക്കുന്നത്, അല്ലെങ്കിൽ നാബിൽ നിന്ന് ഒരു അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അംഗീകാരം വേണം എന്ന് ആഗ്രഹമുള്ള ഏതൊരു ഹോസ്പിറ്റലും എന്തിന് ബാധ്യസ്ഥരായിരിക്കും? നാബ് സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് ആ ഹോസ്പിറ്റലിൽ നടപ്പിലാക്കാൻ ബാധ്യസ്ഥരാണ്. അവരങ്ങനെ നാബ് സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പരിശോധിക്കുന്നത് നാബ് തീരുമാനിക്കുന്ന ഒരു അസസ്മെന്റ് ടീം ആയിരിക്കും. ഈ അസസ്മെന്റ് ടീം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു അസസ്മെന്റ് നടത്തുന്ന സമയത്ത് ആ ഹോസ്പിറ്റല് കൃത്യമായിട്ട് ഈ നാബിന്റെ മാനദണ്ഡങ്ങൾ പ്രകാരം എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് എന്ത് ചെയ്യണം? വിലയിരുത്തേണ്ടതുണ്ടോ അതുമായി ബന്ധപ്പെട്ട് അവർ ഫോളോ ചെയ്യുന്നതാവാം, അവർ നടപ്പിലാക്കിയിട്ടുള്ളതാവാം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തെളിവുകൾ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സും ഇവർക്ക് സബ്മിറ്റ് ചെയ്യുന്നത് ഹോസ്പിറ്റലിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ക്ലിയർ ആണോ ഫസ്റ്റ് പാരഗ്രാഫ്? ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. നിങ്ങൾ ക്വാളിറ്റി അഷുറൻസ് ആൻഡ് നാബില് ലാസ്റ്റ് ഭാഗത്ത് പഠിച്ച കാര്യമായിരിക്കും അല്ലെ? ഇത് ഓർക്കുന്നുണ്ടോ എന്ന് വായിക്കുമ്പോ ഒന്ന് മനസ്സിലാക്കാം കേട്ടാ. നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. Okay, eligibility to apply for hospital accreditation, healthcare organization HCO that fulfills the following requirement. അപ്പൊ ഒരു ഹോസ്പിറ്റലില് അംഗീകാരം വേണം, അക്രഡിറ്റേഷൻ വേണം, അതിന് കുറച്ച് എലിജിബിലിറ്റി വേണം അല്ലെ? കുറച്ച് എലിജിബിലിറ്റീസ് അല്ലെങ്കിൽ യോഗ്യതകളുണ്ട്. എല്ലാ ഹോസ്പിറ്റൽസിനും ഇവർ അംഗീകാരം നൽകില്ല. അപ്പൊ നൽകേണ്ടതായിട്ടുള്ള കുറച്ച് യോഗ്യതയുള്ള ഹോസ്പിറ്റലുകളുണ്ട്. അപ്പൊ ആ യോഗ്യതകൾ ഇവർക്കുണ്ടോ അല്ലെ? അപ്പൊ ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന് ഈ പറയുന്ന താഴെ പറയുന്ന ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ആവശ്യകതകൾ ഉണ്ടെങ്കിൽ മാത്രമേ, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ആ ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള യോഗ്യതകൾ അല്ലെങ്കിൽ ആവശ്യകതകളാണ് താഴെ ഓരോന്നും പറയുന്നത്. ഓൾറെഡി പഠിച്ചതാണ്. ഒന്നാമത്തേതാണ് കറന്റ്ലി ഇൻ ഓപ്പറേഷൻ ആസ് എ ഹെൽത്ത് കെയർ പ്രൊവൈഡർ. ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ ആയിട്ട് നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് അല്ലെ? അല്ലാതെ ആ ഒരു നാബിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് പിന്നീട് അത് അതായത് പിന്നീട് ആരംഭിക്കാം എന്ന് വിചാരിക്കുന്ന സ്ഥാപനങ്ങളാവരുത് അല്ലെ? നിലവിൽ അതൊരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിരിക്കണം. അതൊന്നാമത്തത്. ഇറ്റ് ഷുഡ് ബി അബൌവ് 50 ബെഡ്സ് ആസ് ഹോസ്പിറ്റൽ, ബിലോ 50 ബെഡ്സ് ഷുഡ് ബി കം അണ്ടർ SHCO സ്റ്റാൻഡേർഡ്സ്. 50 ബെഡ് എന്താണ്? 50 ബെഡിൽ കൂടുതലായിരിക്കണം ആ ഹോസ്പിറ്റൽസിന്റെ ബെഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഈ 50 ബെഡിൽ കുറവാണെങ്കിൽ അത് ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടും? SHCO സ്റ്റാൻഡേർഡ്സിൽ ഉൾപ്പെടും അല്ലെ? രണ്ടിനും വ്യത്യസ്ത സ്റ്റാൻഡേർഡുകളാണ്, മാനദണ്ഡങ്ങളാണ്. കാരണം വലിയ ഹോസ്പിറ്റൽസിന്റെ അതേ മാനദണ്ഡങ്ങൾ നമുക്ക് ചെറിയ ഹോസ്പിറ്റൽസിൽ കുറച്ച് സൗകര്യങ്ങളുള്ള ഫെസിലിറ്റിയുള്ള കുറച്ച് ബെഡ് സ്പേസ് ഉള്ള ഹോസ്പിറ്റൽസിന് അപ്ലൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നാം അതിന് വേണ്ടിയിട്ട് പുതിയ മാനദണ്ഡങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് പറഞ്ഞതാണ്, ഓർക്കുന്നുണ്ടോ? ആദ്യം നമ്മൾ പറഞ്ഞ കാര്യമാണത്. ഇവിടെയും ഇതുപോലെ തന്നെ എന്താണ്? ഹോസ്പിറ്റലിലെ 50 ബെഡിൽ കൂടുതലാണെങ്കിൽ അത് HCOയിലാ വരുന്നത് അല്ലെ? ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലാ വരുന്നത്. 50 ബെഡിൽ കുറവാണെങ്കിലോ സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലാ വരുന്നത്. അപ്പൊ 50 ബെഡിൽ കൂടുതലാക്കണം. അപ്പൊ ഒരു HCOക്ക് വേണ്ടിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന നിലയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് നിലവിൽ അവിടെ ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിരിക്കണം. 50 ബെഡിൽ കൂടുതലായിരിക്കണം അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. 50 ബെഡിൽ കുറവാണെങ്കിൽ അത് SHCO സ്റ്റാൻഡേർഡുകളിലേക്ക് ഉൾപ്പെടും. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇത് ഓൾറെഡി പഠിച്ച കാര്യമാണോ? ഓർക്കുന്നുണ്ടോ? ക്വാളിറ്റി അഷുറൻസ് ആണ് നാബില് പഠിച്ചത്. ഓക്കെ. രണ്ടാമത്തത്, the hospital has the minimum volume of patients which will help in assessing the quality of care given to the patients, which is currently 30%. ഇനി ഇതാ ഹോസ്പിറ്റലിൽ ഒരു മിനിമം വോളിയം ഓഫ് പേഷ്യൻസ്, ഒരു കുറച്ച് നമ്പറെങ്കിലും ഒരു മിനിമം നമ്പർ ഓഫ് പേഷ്യൻസ് ആ ഹോസ്പിറ്റലിൽ നിലവിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതായത് കറന്റ് അത് 30% ഓഫ് പേഷ്യൻസ് എങ്കിലും നിലവില് അവിടെ ഉണ്ടായിരിക്കണം. മിനിമം വോളിയം ആണ് പറയുന്നത്. അങ്ങനെ ഒരു മിനിമം വോളിയം ഓഫ് പേഷ്യന്റ് അവിടെ ഉണ്ടാവുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയാ? ഇപ്പൊ ഈ ഒരു നാബ് അസസ് ചെയ്യാൻ വരുമ്പോ ഒരു അസസ്മെന്റ് ടീമിന് അവിടെ കൊടുക്കുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന ക്വാളിറ്റി ഓഫ് കെയർ അല്ലെ? ക്വാളിറ്റി ഓഫ് കെയർ എത്ര നല്ല രീതിയിലുള്ള ഗുണനിലവാരത്തിലുള്ള
പരിചരണമാണ് അവിടെയുള്ള ഓരോ പേഷ്യൻസിനും ഈ ഒരു ഹോസ്പിറ്റൽ നൽകുന്നത് എന്ന് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് ഇപ്പൊ നേരിട്ട് വന്നാണ് അവർ അസസ്മെന്റ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് അവിടെയുള്ള പേഷ്യൻസുമായിട്ട് നേരിട്ട് ഇന്റർവ്യൂകളിലൂടെയോ ഒബ്സർവേഷൻസിലൂടെയോ അങ്ങനെ പല രീതിയിൽ ഇവർക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ആ ഹോസ്പിറ്റല് അവിടുത്തെ പേഷ്യൻസിന് നൽകുന്ന ക്വാളിറ്റി ഓഫ് കെയർ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഒരു മിനിമം വോളിയം ഓഫ് പേഷ്യൻസ്, അതായത് കറന്റ് ഒരു 30% എങ്കിലും പേഷ്യൻസ് അവിടെ നിലവില് ട്രീറ്റ്മെന്റിനായിട്ടും അവിടത്തെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാനും ഒക്കെ ആയിട്ട് നിലവിൽ ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. അത്രയെങ്കിലും ആ ഒരു മിനിമം വോളിയം ഓഫ് പേഷ്യന്റ് എങ്കിലും ആ ഹോസ്പിറ്റലിലെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവർക്ക് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ രണ്ടാമത്തെ പോയിന്റ്? ഓക്കെ ആണോ? മൂന്നാമത്തത്, the organization that commits to comply with NAB standards and applicable legal, statutory, regulatory. ഇനി എന്താ പറയുന്നേ? ആ ഓർഗനൈസേഷൻ, അതായത് നാബ് സ്റ്റാൻഡേർഡ് പാലിക്കുന്നതുമായി ബന്ധപ്പെട്ട ആ ഓർഗനൈസേഷൻ അതുപോലെ തന്നെ അവർക്ക് എന്തും ആപ്ലിക്കബിൾ ആണ്. ഇപ്പൊ നമുക്കറിയാം നിയമപരമായിട്ടുള്ള ഒരുപാട് നിയന്ത്രണങ്ങളൊക്കെ ആ ഹോസ്പിറ്റലുകൾക്ക് മറ്റു വശങ്ങളിൽ ഈ സ്റ്റാൻഡേർഡ് മാത്രം പാലിക്കുന്നത് മാത്രമല്ല, അല്ലാതെ ആ ഒരു സ്ഥാപനം നിലനിൽക്കുന്നതിന് വേണ്ടി ഇപ്പൊ നമുക്കറിയാം ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വേണ്ടിയിട്ട് നമുക്ക് റേഡിയോളജിയുടെ ലൈസൻസ് വേണം റേഡിയോളജിയുമായി ബന്ധപ്പെട്ട് റേഡിയേഷൻ ലൈസൻസ് വേണ്ടേ? അത് എവിടുന്നാ കിട്ടുന്നേ? എവിടുന്നാ കിട്ടുന്നത്? പഠിച്ചില്ലേ നിങ്ങള്? പഠിച്ചതല്ലേ? AERP അല്ലെ? പഠിച്ചായിരുന്നോ? ഇതൊക്കെ നമ്മൾ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പഠിക്കുന്ന ചാപ്റ്ററിലൊക്കെ പഠിക്കുന്നതാണ് അല്ലെ? അതുപോലെ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട് പൊല്യൂഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് വേണം അല്ലെ? അതുപോലെ ബ്ലഡ് ബാങ്കില് ബ്ലഡ് സ്റ്റോർ ചെയ്യാനും വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ലൈസൻസുകൾ വേണം അല്ലെ? അങ്ങനെ ഓരോരോ, അതുപോലെ ലബോറട്ടറീസ് പ്രവർത്തിക്കുന്നതിന് LABL നിന്നുള്ള ലൈസൻസുകൾ. അപ്പൊ ഓരോരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും അതിൻ്റെതായ ലൈസൻസുകളുണ്ട്. അപ്പൊ ഇതെല്ലാം നിയമപരമായിട്ട് അല്ലെങ്കിൽ നിയന്ത്രണങ്ങളാണ്. ആ ഹോസ്പിറ്റല് പാലിക്കേണ്ടതായിട്ടുള്ള കുറെ നിയമങ്ങളും നിയന്ത്രണങ്ങളുമാണ് അല്ലെ? ഈ ലൈസൻസുകളിലൂടെ നമ്മൾ അതുപോലെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് അപ്പൊ അങ്ങനെയുള്ള ഓരോരോ നിയന്ത്രണങ്ങളും നിയമങ്ങളും ഈ പറയുന്ന നാബ് സ്റ്റാൻഡേർഡ്സ് പാലിക്കുന്നതോടൊപ്പം തന്നെ ആരനുസരിക്കേണ്ട കാര്യമാണ്? ആ സ്ഥാപനം അനുസരിക്കേണ്ട കാര്യമാണ്. ഈ പറയുന്ന നാബ് സ്റ്റാൻഡേർഡ്സ് പാലിക്കുക മാത്രമല്ല ഇവിടുത്തെ ഒരു യോഗ്യത എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള നിയമപരമായിട്ടുള്ള നിയന്ത്രണങ്ങളും കാര്യങ്ങളും ലൈസൻസുകളും ഒക്കെ ആ സ്ഥാപനത്തിന് വേണ്ട എന്തൊക്കെ ലൈസൻസും കാര്യങ്ങളും അല്ലെങ്കിൽ അവർ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം നിയമാനുസൃതമായിട്ട് തന്നെ അവര് ഇതിനോടൊപ്പം പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഓർഗനൈസേഷൻ കൂടി ആയിരിക്കണം ഇവിടെ നമ്മൾ അംഗീകാരം കൊടുക്കുള്ളൂ. ക്ലിയർ ആണോ? മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തത്, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഷുഡ് ഹാവ് ബീൻ ഇംപ്ലിമെന്റഡ് NAB standards in the HCO for a minimum of 3 months. ഇനി എന്താ? ഈ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, അതായത് ഇവിടെ നാബ് സ്റ്റാൻഡേർഡില് നമ്മുടെ നാബിന് വേണ്ടി ഒരു അംഗീകാരം വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥാപനം മിനിമം 3 മാസമെങ്കിലും, അതായത് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുൻപ് മിനിമം 3 മാസമെങ്കിലും അവർ ഈ പറയുന്ന നാബ് സ്റ്റാൻഡേർഡ്സ് നിർബന്ധമായിട്ടും ആ സ്ഥാപനത്തിൽ പാലിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു മിനിമം 3 മാസമെങ്കിലും ആ ഒരു നാബ് സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് ആ ഒരു സ്ഥാപനത്തിൽ പാലിച്ച് അവിടെ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ഥാപനത്തിനും നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു നാബിന് വേണ്ടിയുള്ള അക്രഡിറ്റേഷന് വേണ്ടി ആപ്ലിക്കേഷൻസ് കൊടുക്കാം. ഈ പറയുന്ന 4 കാര്യങ്ങളും ഈ HCO അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് വേണ്ട യോഗ്യതകൾ അല്ലെങ്കിൽ ആവശ്യകതകളാണ്. ഈ പറയുന്ന 4 കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ മാത്രമേ അവർക്കൊരു അക്രഡിറ്റേഷന് വേണ്ടി ആപ്ലിക്കേഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ക്ലിയർ ആണോ ആ പോയിന്റ്സ്? ഇനി പറയണോ മിസ്? ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ, ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ചത് കൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണമെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പോവാം, അടുത്ത ഭാഗത്തേക്ക് പോവാം. റെഡി അല്ലേ?
Okay. Next, okay, these standards are to be used by the whole organization and for a specific service within the organization. നമുക്കറിയാം ഈ ഒരു നാബിന്റെ ഒരു അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് അത് ആ മൊത്തത്തിലുള്ള സ്ഥാപനത്തിനാണ് കിട്ടുന്നത് അല്ലെ, അല്ലാതെ ഒരു സ്പെസിഫിക് സർവീസിനോ കാര്യങ്ങൾക്കോ അല്ല. ഒരു പർട്ടിക്കുലർ ഹോസ്പിറ്റലാകുമ്പോൾ ഒരുപാട് സർവീസുകൾ ഉണ്ട് അല്ലെ അവർ കൊടുക്കുന്ന, അതിൽ ഒരു സർവീസിന് വേണ്ടി മാത്രം കിട്ടുന്ന ഒരു അംഗീകാരമല്ല. ആ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന് ഹോളായിട്ട് അല്ലെങ്കിൽ മൊത്തത്തിലാണ് നമുക്ക് ഈ പറയുന്ന അംഗീകാരം കിട്ടുന്നതും. അപ്പൊ അതിനനുസരിച്ച് ആ മൊത്തത്തിലുള്ള അവിടെ കൊടുക്കുന്ന മൊത്തത്തിലുള്ള എല്ലാ സർവീസുകളും ഇതുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് പാലിക്കേണ്ടതായിട്ടുണ്ട്. Then the organization offers several services and the standards are equally applicable to all services within the healthcare organization. ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുള്ളിലുള്ള എല്ലാ സർവീസുകളും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള മാനദണ്ഡങ്ങളും കൃത്യമായിട്ട് പാലിക്കേണ്ടതായിട്ട് വരും. ഏതൊക്കെ സർവീസുകൾ ആ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ കൊടുക്കുന്നുണ്ടോ അവരെല്ലാം തുല്യമായിട്ട് ഈ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. And it is vital for the hospital to make a definite plan of action for obtaining accreditation and nominate a person to coordinate all activities related to seeking accreditation. ഈ പറയുന്ന അംഗീകാരം അല്ലെങ്കിൽ ഒരു അക്രഡിറ്റേഷൻ നേടണമെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യണം അല്ലെ, ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് ഈ ഒരു അംഗീകാരം കിട്ടുന്നത്. അല്ലെങ്കിൽ പെട്ടെന്നൊന്നും കിട്ടുന്ന ഒരു പ്രോസസ് അല്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റല് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ആക്ഷൻ പ്രവർത്തന പദ്ധതികൾ നടപ്പിലാക്കേണ്ടതുണ്ട്. അത് ആ ഒരു അക്രഡിറ്റേഷൻ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ഒരു അക്രഡിറ്റേഷൻ ലഭ്യമാക്കുന്നതിന് വേണ്ടി ആ ഹോസ്പിറ്റല് ഒരു ഡെഫിനിറ്റ് പ്ലാൻ ഓഫ് ആക്ഷൻ എങ്ങനെയാണ് അത് പ്രവർത്തിക്കേണ്ടത്, ഏതൊക്കെ പ്രവർത്തനങ്ങളിലൂടെ അല്ലെങ്കിൽ ഏതൊക്കെ പ്രോസസ്സുകളിലൂടെ പോയാലും നമുക്ക് ആ ഒരു അംഗീകാരം നേടിയെടുക്കാൻ പറ്റും. അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള ഒരു പ്രവർത്തന പദ്ധതി നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട ഒരു ഹോസ്പിറ്റലിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ പ്രവർത്തനം ആരെങ്കിലും നേതൃത്വം കൊണ്ട് ചെയ്യണ്ടേ അല്ലെ, ഒരാളെ അതിനു വേണ്ടി നോമിനേറ്റ് ചെയ്യുക, ഒരു പേഴ്സൺ ആരെയായിരിക്കണം എല്ലാ കാര്യങ്ങളും, അതായത് ഈ ഒരു അക്രഡിറ്റേഷൻ നേടുന്നതിന് വേണ്ടി എന്തൊക്കെ ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ടോ അതെല്ലാം കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഒരു വ്യക്തിയെ ആ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നോമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അതിനുള്ള റെസ്പോൺസിബിലിറ്റീസ് ഏൽപ്പിക്കുക. ഇനി an official nominated by the hospital should be familiar with the latest standards of the hospital quality management system. ഇനി ഈ പറയുന്ന നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നുണ്ട്, ഒരു വ്യക്തിയെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. ഈ ഒരു ലാബുമായി ബന്ധപ്പെട്ട ആ ഹോസ്പിറ്റലിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഈ വ്യക്തിയാണ് കോർഡിനേറ്റ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു. ആ വ്യക്തിയെ നമ്മൾ അങ്ങനെ ഒരു വ്യക്തിയെ തെരഞ്ഞെടുക്കുമ്പോൾ ആ വ്യക്തി ഇങ്ങനെയുള്ള ആളായിരിക്കണം, എങ്ങനെയുള്ള ഒരു ഒഫീഷ്യൽ ആയിരിക്കണം ആ ഒരു വ്യക്തി എന്ന് പറയുന്നത്. ഈ പറയുന്ന ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയതായിട്ടുള്ള മാനദണ്ഡങ്ങൾ വരെയും പരിചയമുള്ള ഒരാളായിരിക്കണം അല്ലെ. പരിചയമില്ലാത്ത ഒരാളെ കൊണ്ടുപോയി നമ്മൾ അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്തു, നിങ്ങൾ അന്ന് ഇങ്ങനെയാണ്, നിങ്ങൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി അറിയില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കാര്യം നടക്കുമോ അവിടെ? നാബിന്റെ അക്രഡിറ്റേഷൻ അവർക്ക് ലഭ്യമാകുമോ? ഇല്ല അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഫെമിലിയർ ആയിട്ടുള്ള ഈ നാബ് സ്റ്റാൻഡേർഡ്സ് പുതിയതായിട്ട് വന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് വരെയും നല്ല ഫെമിലിയർ ആയിട്ടുള്ള വ്യക്തികളെ ആയിരിക്കണം നമ്മൾ ഈ പറയുന്ന നോമിനേറ്റ് ചെയ്യേണ്ടതും അതിനുവേണ്ടി സെലക്ട് ചെയ്യുന്നതും. ആ ഹോസ്പിറ്റലാണ് അത് ചെയ്യുന്നത്. ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ് ആർ ഫ്രീലി അവൈലബിൾ ഫോർ ഡൗൺലോഡിംഗ് ഫ്രം ദ നാബ് വെബ്സൈറ്റ്. ഈ ഹോസ്പിറ്റൽസിന് വേണ്ടി ഏതൊക്കെ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങളാണുള്ളത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് ഈ പറയുന്ന നാബ് സ്റ്റാൻഡേർഡ് താഴെ ഒരു വെബ്സൈറ്റ് കൊടുത്തിട്ടില്ലേ, അപ്പൊ ആ ഒരു നാബ് വെബ്സൈറ്റിലൂടെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ലഭ്യമാക്കാവുന്നതാണ്. ഇനി ദ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ ഗൈഡ് ബുക്ക് നീഡ് ടു ബി പ്രൊക്യൂർഡ് ത്രൂ ദ നാബ് വെബ്സൈറ്റ്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട ഗൈഡ് ബുക്കുകൾ ഉണ്ട്, കൃത്യമായിട്ട് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചും അതിന്റെ ചാപ്റ്റേഴ്സിനെ കുറിച്ചും അതിന്റെ ഒബ്ജക്റ്റീവ് എലമെന്റ്സിനെ കുറിച്ചും ഒക്കെ വിശദമായിട്ട് പറയുന്ന ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ ഗൈഡ് ബുക്കുകൾ ഉണ്ട്. അത് നമുക്ക് നാബിന്റെ വെബ്സൈറ്റുകളിലൂടെ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. One can purchase the guidebook on standards by making
മേക്കിംഗ് ദ പേയ്മെന്റ് അറ്റ് ദ വെബ്സൈറ്റ്. ഈ താഴെ പറയുന്ന വെബ്സൈറ്റുകളിലൂടെ പേയ്മെന്റ് നടത്തി ഈ പറയുന്ന നാബിന്റെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട ഗൈഡ് ബുക്കുകൾ ഇവർക്ക് നമുക്ക് ലഭ്യമാക്കാവുന്നതാണ്. അപ്പൊ അതിന് 2 വെബ്സൈറ്റുകൾ കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. വെബ്സൈറ്റ് ഒന്നും നിങ്ങൾ പഠിച്ചു വെക്കണമെന്നില്ല, അതൊന്നും ചോദിക്കാറില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ നമുക്ക് വെബ്സൈറ്റുകളിലൂടെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നൊന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഒരു രണ്ടാമത്തെ ഭാഗത്ത് പറഞ്ഞത്? ഈ പറയുന്ന എല്ലാ സ്റ്റാൻഡേർഡ്സും ഹോസ്പിറ്റല് എല്ലാ സർവീസുകളിലും ബാധകമാണ്. എല്ലാ സർവീസുകളും അതുപോലെ തന്നെ ഈക്വലി ഈ പറയുന്ന സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്യണം? പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അത് പാലിക്കുമ്പോൾ ആ ഒരു അക്രഡിറ്റേഷന് വേണ്ടി ആ ഹോസ്പിറ്റല് കൃത്യമായിട്ടുള്ള പ്രവർത്തന പദ്ധതികൾ തയ്യാറാക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ അവര് നോമിനേറ്റ് ചെയ്ത് ആ എല്ലാ കാര്യങ്ങളും, അതായത് അക്രഡിറ്റേഷൻ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? പൊസിഷൻ ഏൽപ്പിക്കുന്നു, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കുന്നു. ആ വ്യക്തി എങ്ങനെയുള്ള ആളായിരിക്കണം? ഈ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ മാനദണ്ഡങ്ങൾ വരെയും ഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ പരിചയമുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന റെസ്പോൺസിബിലിറ്റീസ് ഏൽപ്പിക്കേണ്ടത്. എന്നാൽ മാത്രമേ ഇത് നല്ല രീതിയിൽ നമുക്ക് നാബിന്റെ അംഗീകാരം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന വെബ്സൈറ്റുകളിലൂടെ കൃത്യമായിട്ട് നാബ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചുള്ള അറിവുകൾ കിട്ടും. അതുപോലെ നാബിന്റെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട ഗൈഡ് ബുക്കുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പണം എന്താണ് അതിന്റെ ആവശ്യമായിട്ടുള്ള പേയ്മെന്റ് കാര്യങ്ങളോ ചെയ്താൽ അതും നമുക്ക് ഈ പറയുന്ന വെബ്സൈറ്റുകളിലൂടെ ലഭ്യമാകും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് ഹൗ ടു അപ്ലൈ. ഇനി നമ്മൾ പറയാൻ പോകുന്നതൊക്കെ എങ്ങനെ നമുക്കൊരു നാബിന്റെ അംഗീകാരത്തിന് വേണ്ടി എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം, ആപ്ലിക്കേഷൻ കൊടുക്കാം, അല്ലെ? ഇതൊക്കെ നമ്മൾ ഓരോ വെബ്സൈറ്റുകളിലൂടെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന രീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. നോക്കിയേ, once the standards are implemented in the hospital can apply for accreditation online from the website www.nab.com. എന്നുള്ളൊരു വെബ്സൈറ്റുകളിലൂടെയാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത്. ഓൺലൈൻ ആയിട്ടാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ once the standards are implemented, നമ്മൾ ഓൾറെഡി പറഞ്ഞു മിനിമം 3 മാസമെങ്കിലും അവിടെ നാബ് സ്റ്റാൻഡേർഡ്സ് ആ സ്ഥാപനത്തിൽ നടപ്പിലാക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ, അല്ലെ? 3 മാസമെങ്കിലും മിനിമം നടപ്പിലാക്കണം. അങ്ങനെ 3 മാസമെങ്കിലും മിനിമം നടപ്പിലാക്കിയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ആ നാബിന്റെ ഓൺലൈൻ ആയിട്ട് ഈ പറയുന്ന വെബ്സൈറ്റുകളിൽ കയറി അവർക്ക് ആ ഒരു അക്രഡിറ്റേഷന് വേണ്ടി ഓൺലൈൻ ആയിട്ട് ഒരു ആപ്ലിക്കേഷൻസിന് കൊടുക്കാം. നോക്കിയേ, അതിനുവേണ്ടി യൂസ് എ ന്യൂ ഇമെയിൽ ഐ ഡി ഫോർ രജിസ്ട്രേഷന് വേണ്ടി ഒരു പുതിയ ഇമെയിൽ ഐ ഡി ഉപയോഗിക്കുക. Choose hospital full accreditation as type application type. Application type choose ചെയ്തപ്പോ ഓൺലൈൻ ആയിട്ടുള്ള ആ ഒരു ഇതിൽ പേജിൽ വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഒരു ന്യൂ ആയിട്ടുള്ള ഇമെയിൽ, നമ്മളിപ്പോ PSC കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ടാവല്ലോ. ഓരോ സൈറ്റിൽ കയറിയൊക്കെ നിങ്ങൾ ഇങ്ങനെ ഓൺലൈൻ ആയിട്ടൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. ഇങ്ങനെ നമ്മളൊരു പുതിയ ഇമെയിൽ ഐ ഡി ചെയ്യുന്നു, രജിസ്ട്രേഷന് വേണ്ടി ചെയ്യും. അതിനുശേഷം ഏത് ഓപ്ഷൻ ആണോ, അല്ലെ, ആപ്ലിക്കേഷൻ ടൈപ്പ് ഏതാണ്, അതിൽ ഇവിടെ ഹോസ്പിറ്റൽ ഫുൾ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട ആ ഒരു ഓപ്ഷൻ ആണ് ചൂസ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് നാബ് ഷാൽ ആക്ടിവേറ്റ് ദ ഇമെയിൽ ഐ ഡി ആൻഡ് പ്രൊവൈഡ് യു ദ ലോഗിൻ ആൻഡ് പാസ്വേഡ്. നാബ് എന്ത് ചെയ്യും? ഈ പറയുന്ന ഇമെയിൽ ഐ ഡി ആക്ടിവേറ്റ് ആക്കും, അല്ലെങ്കിൽ അത് സജീവമാക്കുകയും ആ ഒരു ഇമെയിൽ ഐ ഡിയിലൊക്കെ അവര് ലോഗിനും പാസ്വേഡും അയച്ചു തരും. അപ്പൊ ആ ഒരു ലോഗിൻ പാസ്വേഡ് അയക്കുമ്പോൾ ആ ലോഗിൻ പാസ്വേഡ് ഉപയോഗിച്ചാണ് പിന്നീട് നമ്മൾ കയറേണ്ടത്, അല്ലെ? ഇങ്ങനെയല്ല ഇപ്പോഴും മിക്ക ഓൺലൈൻ ആയിട്ടുള്ള പ്രോസസ്സുകളും ഇതേ രീതിയിലാണ്, അല്ലെ? നിങ്ങൾ ഓരോന്നും അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെയല്ലേ നമ്മൾ ഇമെയിൽ വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിലൂടെ കിട്ടുന്ന ഇമെയിൽ ഐ ഡിയും പാസ്വേഡും അതുപോലെ യൂസർ ഐ ഡിയും ഒക്കെ വെച്ചാണ് പിന്നീട് നമ്മൾ ആ ഒരു പ്രോസസ്സിൽ ലോഗിൻ ചെയ്യുന്നത്, ലോഗ് ഓഫ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ തന്നെ അവിടെ എന്ത് ചെയ്യുന്നു? ആ ഒരു നമ്മുടെ ആക്ടിവേറ്റ് ആക്കിയിട്ടുള്ള ആ ഒരു ഇമെയിൽ ഐ ഡിയിലൂടെ നമുക്ക് എന്ത് ചെയ്യും? ലോഗിനും പാസ്വേഡും ലഭ്യമാകും. ആ ലോഗിനും പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് യൂസിംഗ് ദ ലോഗിൻ ആൻഡ് പാസ്വേഡ് വൺ ക്യാൻ ഫിൽ ദ ആപ്ലിക്കേഷൻ ഫോം. ആ ഒരു ലോഗിനും പാസ്വേഡ് ഉപയോഗിച്ച് നമ്മൾ പിന്നീട് ഒന്നുകൂടി ആ ഒരു ആ പേജിൽ ലോഗിൻ ചെയ്യണം. അതിനുശേഷം നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഫോം എന്ത് ചെയ്യാൻ പറ്റും? ഫിൽ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇത് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് സമയം കളയാത്തത് കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ വരുന്നത് അക്രഡിറ്റേഷന്റെ പ്രോസസ്സുകളിലേക്കാണ്.
ഓരോരോ സ്റ്റെപ്പുകൾ ഒരു അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ചെയ്യണം, പ്രോസസ് ചെയ്യണം. അപ്പൊ അതില് ഈ ബോക്സ് നമ്മൾ ഇപ്പൊ വായിക്കുന്നില്ല, ലാസ്റ്റ് നമുക്ക് വായിക്കാം. കാരണം ഇതിലുള്ള ഓരോ സ്റ്റെപ്പുകളും നിങ്ങൾക്ക് ഒന്നും ഫെമിലിയർ അല്ലാത്ത കാര്യങ്ങളാണ് അല്ലെ. ആദ്യം ഓരോ സ്റ്റെപ്പുകൾ എന്താണെന്ന് നമുക്ക് പഠിക്കാം. അതിനുശേഷം ലാസ്റ്റ് വരുന്നതായിരിക്കും, ഈ ഒരു പിക്ചറിലേക്ക് ലാസ്റ്റ് വരുന്നതായിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഓരോ അക്രഡിറ്റേഷൻ പ്രൊസീജിയറുകളാണ് പഠിക്കുന്നത് കേട്ടോ. ആ ഒരു ഭാഗം മിസ് എന്തായാലും എടുക്കും, ഇത് പറഞ്ഞ ശേഷമായിരിക്കും എടുക്കുക കേട്ടോ. നോക്കിയപ്പോ നാം അക്രഡിറ്റേഷൻ പ്രൊസീജിയറിൽ ഓരോരോ പ്രൊസീജിയർ എന്താണ്, അതങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് പഠിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് വരാം. ഓക്കെ, അപ്പൊ നോക്കിയേ, നാം അക്രഡിറ്റേഷൻ പ്രൊസീജിയറിൽ ഒന്നാമതാണ് പ്രിപ്പറേഷൻ ഓഫ് പോളിസീസ് ആൻഡ് മാനുവൽ. ഇപ്പൊ ഹോസ്പിറ്റല് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുൻപ് ഹോസ്പിറ്റലിൽ ചെയ്യേണ്ട കുറച്ച് തയ്യാറാക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതാണ് അവിടെ ആദ്യമായിട്ട് പറയുന്നത്, പ്രിപ്പറേഷൻ ഓഫ് പോളിസീസ് ആൻഡ് മാനുവൽസ്. The hospital shall prepare the quality manual, policies and procedures and other manual prepared as per the NAB standard. NAB standards അല്ലെങ്കിൽ നാബിന്റെ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ട് കൃത്യമായിട്ടുള്ള ക്വാളിറ്റി മാനുവലുകള്, പോളിസികള്, പ്രൊസീജിയേഴ്സ് എല്ലാം ഹോസ്പിറ്റൽ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ക്വാളിറ്റി മാനുവൽ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഔട്ട്ലൈൻ ആണ്, അത് ആ ഹോസ്പിറ്റലിൽ നടപ്പിലാക്കേണ്ട ക്വാളിറ്റി പോളിസികള്, അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണ് ആ ഓർഗനൈസേഷൻ പാലിക്കേണ്ട മാനദണ്ഡങ്ങള്, ഇങ്ങനെയുള്ളതിനെ കുറിച്ചുള്ള ഒരു ഔട്ട്ലൈൻ നമുക്ക് ഈ ഒരു ക്വാളിറ്റി മാനുവലിലൂടെ ലഭ്യമാക്കും. അതൊക്കെ ഈ ഹോസ്പിറ്റൽ ആ ഒരു നാബിന്റെ സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് അവർ തയ്യാറാക്കേണ്ട കുറെ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പോളിസികള്, ഹോസ്പിറ്റല് നയങ്ങള്, ഹോസ്പിറ്റലിലെ പേഷ്യന്റ് സെന്റേർഡ് ആയിട്ടുള്ള എന്തൊക്കെ നയങ്ങളാണ് നമ്മൾ വെക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട് പേഷ്യൻസിന് സേഫ്റ്റി പ്രയോറിറ്റൈസ് ചെയ്യണം, ഉറപ്പുവരുത്തണം, ഇൻഫെക്ഷൻ കൺട്രോൾ ഉറപ്പുവരുത്തണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഈ പറയുന്ന പോളിസികളിൽ നയങ്ങളിൽ ഉൾപ്പെടുന്നത്. ഇതെങ്ങനെ നമുക്ക് നടപ്പിലാക്കാം, അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളാണ് ഈ പറയുന്ന പ്രൊസീജിയറുകൾ. അതുപോലെ ഈ പറയുന്ന ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള ക്വാളിറ്റി മാനുവലുകളുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റും പാലിക്കേണ്ടതായിട്ടുള്ള ക്വാളിറ്റി മാനുവൽ, അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റ് വ്യത്യസ്തമാണല്ലോ, അവിടെ പാലിക്കേണ്ടതായിട്ടുള്ള കുറെ മാനദണ്ഡങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള മാനുവലുകള് ഈ ഹോസ്പിറ്റൽ എന്ത് ചെയ്യണം, തയ്യാറാക്കണം. അതാണ് ഒന്നാമത്തത്, പ്രിപ്പറേഷൻ ഓഫ് പോളിസീസ് ആൻഡ് മാനുവൽ. അതവിടെ അപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുൻപ്, ലാബിലേക്ക് ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് കൊടുക്കുന്നതിന് മുൻപ് തന്നെ ആ ഹോസ്പിറ്റൽ തയ്യാറാക്കി വെക്കേണ്ട കാര്യങ്ങളാണ് ക്വാളിറ്റി മാനുവല്, പോളിസികള്, പ്രൊസീജിയേഴ്സ്, മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട മാനുവലുകൾ. ക്ലിയർ ആണോ? ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ആണോ? ഫസ്റ്റ് പ്രൊസീജിയർ ക്ലിയർ ആണോ? ഓക്കെ. രണ്ടാമത്തത് ആപ്ലിക്കേഷൻ ഫോർ അക്രഡിറ്റേഷൻ. ഇനി ഇവർ എന്ത് ചെയ്യുന്നു, നേരെ അക്രഡിറ്റേഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. അപ്പൊ അതിനു വേണ്ടി നമ്മൾ യൂസർ ഐഡിയും പാസ്വേഡും ഒക്കെ ശരിയാക്കണം എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. അതിനനുസരിച്ച് the hospital shall apply to NAB as per the instructions given in the online application portal. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഹോസ്പിറ്റലിലെ എങ്ങനെ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം, അക്രഡിറ്റേഷന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം എന്നതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ ആ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ നടത്തുന്ന ആ ഒരു പോർട്ടലിൽ നിന്ന് തന്നെ നമുക്ക് ലഭ്യമാകും. എങ്ങനെ അപ്ലൈ ചെയ്യാം, അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ വേണം അല്ലെ, അതൊക്കെ നമ്മളൊരു ഓൺലൈൻ ആയിട്ട് ഇപ്പൊ ഒരു PSC തന്നെ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ ആദ്യമേ നമുക്ക് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവില്ലേ, അത് നോട്ടിഫിക്കേഷൻസിലൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവില്ലേ, എങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കണം, എങ്ങനെയായിരിക്കണം ചൂസ് ചെയ്യേണ്ടത്, ഓരോ ഓപ്ഷൻസും അല്ലെ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ പോർട്ടലിലും എങ്ങനെ നമ്മൾ ഒരു ലാബിന് വേണ്ടി, ലാബിന്റെ അക്രഡിറ്റേഷന് വേണ്ടി ഒരു ഹോസ്പിറ്റൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് ബന്ധപ്പെട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതേ പ്രകാരം ഹോസ്പിറ്റൽ ഷുഡ് ഫിൽ ദ ആപ്ലിക്കേഷൻ ആൻഡ് പ്രൊവൈഡ് ദ ഇൻഫർമേഷൻ ഡീറ്റെയിൽസ് very carefully as they are relevant to determine the scope of service and to take the process further. നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ തയ്യാറാക്കുമ്പോൾ കൃത്യമായ നിർദ്ദേശങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്, അതിനനുസരിച്ച് ആ ഹോസ്പിറ്റല് ആ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം. അപ്പൊ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഡീറ്റെയിൽസ് വെരി കെയർഫുള്ളി, ഓരോ ഇൻഫർമേഷൻസിന്റെ വിവരങ്ങളും കൊടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം ആ ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനായിട്ട്. ദീസ് ആർ റെലവന്റ് ടു ഡിറ്റർമൈൻ ദ സ്കോപ്പ് ഓഫ് സർവീസ്. അപ്പൊ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ആണ് ആദ്യം നാബിലേക്ക് ചെല്ലുക അല്ലെ, ഒരു ആപ്ലിക്കേഷൻ അല്ലേ ആദ്യം നാബിലേക്ക് ചെല്ലുന്നത്. അപ്പൊ ആ ഒരു നാബ് എന്ത് ചെയ്യും, ആ ഒരു ആപ്ലിക്കേഷൻ പരിശോധിച്ചതിന് ശേഷം ഓക്കെ റെലവന്റ് ആണ് എന്ന് തോന്നിയാലാണ് അതിന്റെ മറ്റു പ്രൊസീജിയറിലേക്ക് അവരത് കടത്തിലിടുള്ളൂ. അല്ലാത്ത പക്ഷം അവർ അവിടെ വെച്ച് തന്നെ എന്ത് ചെയ്യും,
റിജക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ അത്രയും വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ചെയ്താൽ മാത്രമേ ഭാവിയിൽ, അതായത് അവിടുത്തെ സർവീസുകൾ എത്രത്തോളം ഉണ്ട്, അതിന്റെ സ്കോപ്പ് ഓഫ് സർവീസ്, അവിടുത്തെ വ്യാപ്തി, സർവീസിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവം വേണം അതിന്റെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട്. ആൻഡ് ടു ടേക്ക് ദ പ്രോസസ് ഫർദർ. എന്നാൽ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ സൂക്ഷ്മ പരിശോധന നടത്തുന്ന സമയത്ത് ചിലപ്പോൾ റിജക്ട് ചെയ്യപ്പെടാം. അപ്പൊ അത്രയും വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം ആ ഒരു ഓൺലൈൻ പോർട്ടലിൽ കയറി ആ ഒരു ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാനായിട്ട്. ക്ലിയർ ആണോ? ആപ്ലിക്കേഷൻ ഫോർ അക്രഡിറ്റേഷൻ സെക്കൻഡ് പ്രൊസീജിയർ പറഞ്ഞത്. ഓക്കെ ഓക്കെ. മൂന്നാമത്തത് സ്ക്രൂട്ടിനിറ്റി ഓഫ് ആപ്ലിക്കേഷൻ. Scrutiny of application എന്ന് പറഞ്ഞാൽ ഇവിടെ reference ID for the application is generated once the hospital pay the application fees from the make payment option of the online application form. അപ്പൊ ഇവിടെ scrutiny of സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ പരിശോധന കേട്ടോ. സൂക്ഷ്മ പരിശോധന നടത്തുകയാണ് ആ ഒരു ആപ്ലിക്കേഷന്റെ. റെഫറൻസ് ID for the application is generated once the hospital pay the application fees from the make payment option of the online application form. നമ്മൾ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം, നമ്മൾ എന്തൊരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കഴിയുമ്പോഴും പേയ്മെന്റ് ഓപ്ഷൻ വരാറുണ്ട് അല്ലെ, പേയ്മെന്റ് അടിക്കണ്ടേ? അപ്പൊ അതേപോലെ തന്നെ ഈ നാബിലും നമ്മൾ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു പേയ്മെന്റ്, മേക്ക് പേയ്മെന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൽ തന്നെ മേക്ക് പേയ്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷനിലൂടെ നമ്മൾ ആപ്ലിക്കേഷൻ ഫീസ് ആ ഹോസ്പിറ്റല് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആ ഹോസ്പിറ്റല് ആപ്ലിക്കേഷൻ ഫീ എപ്പോഴടയ്ക്കുന്നോ ആ സമയത്ത് ഒരു റെഫറൻസ് ID എന്ത് ചെയ്യും? ജനറേറ്റ് ചെയ്യും. നമുക്ക് കിട്ടാറില്ലേ? നമ്മൾ പേയ്മെന്റ് ഒക്കെ അടച്ചു ചെയ്യുമ്പോൾ ഒരു ID കിട്ടാറില്ലേ? നമുക്ക് പിന്നീട് ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്യാനും അതിന്റെ ഫർദർ പ്രോസസ് ഒക്കെ എന്താണ് ട്രാക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കിട്ടാറില്ല നിങ്ങളൊക്കെ ഓൺലൈൻ ആയിട്ട് അടയ്ക്കുമ്പോൾ. അത് അപ്പൊ അതുപോലെ ഇവിടെയും ഒരു റെഫറൻസ് ID കിട്ടും. നമ്മൾ പേയ്മെന്റ് നടത്തി, ഇന്നതാണ് നമ്മുടെ ആ ഒരു പേയ്മെന്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട റെഫറൻസ് ID ഇന്നതാണ് എന്ന രീതിയിൽ ആ ഒരു റെഫറൻസ് ID അവിടെ ജനറേറ്റ് ചെയ്യുന്നത് പേയ്മെന്റ് നടത്തി കഴിയുമ്പോഴാണ് കിട്ടുന്നത്. Then NAB officer shall scrutinize the application form for its completeness. അതുപോലെ ഇപ്പൊ നമ്മൾ അപ്പൊ പേയ്മെന്റ് നടത്തി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു, പിന്നെ ഇനി അതാരുടെ കയ്യിലായിരിക്കുന്നത്? ഇപ്പൊ ആപ്ലിക്കേഷൻ ആരുടെ കയ്യില? നമ്മുടെ കയ്യിൽ പോയി അല്ലെ. ഇനി ഇരിക്കുന്നത് നാബിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ നാബ് എന്ത് ചെയ്യുന്നു? നാബ് കൃത്യമായിട്ടുള്ള നാബിലെ ഓഫീസേഴ്സ് ആ ഒരു ആപ്ലിക്കേഷൻ ഫോം വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കും. അങ്ങനെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് അതിലെല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. അതായത് ആ ഒരു ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ആണോ, പൂർത്തിയാക്കിയിട്ടുണ്ടോ, എല്ലാം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വിശദമായിട്ട് എല്ലാ വിവരങ്ങളും കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടോ, ഇതിനി പിന്നീട് നമുക്ക് ഒരു അംഗീകാരത്തിന് അക്രഡിറ്റേഷന് വേണ്ടി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന യോഗ്യതകൾ ഈ ഒരു ആപ്ലിക്കേഷനുള്ളിൽ ആ ഒരു സ്ഥാപനത്തിലുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു സൂക്ഷ്മ പരിശോധന നടത്താണ് ചെയ്യുന്നത്. ഹോസ്പിറ്റൽ വിൽ കറസ്പോണ്ട് ടു NAB via writing in the remarks column of the online portal of the hospital. അപ്പൊ ഒരു ഹോസ്പിറ്റലിന്റെ ആ ഒരു ഓൺലൈൻ പോർട്ടല് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നിങ്ങൾ കണ്ടു കാണും എന്തെങ്കിലും ഇപ്പൊ ഒരു എന്തെങ്കിലും നമുക്കിപ്പോ ഒരു ഫോണുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഇപ്പൊ ഗൂഗിൾ പേ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു അന്വേഷണങ്ങൾ നടത്തണമെങ്കിൽ ഇപ്പൊ ഒരുപാട് ചാറ്റ് മെസ്സേജുകളാണ് വരുന്നത് അല്ലെ ചാറ്റിലൂടെയല്ലേ നമ്മൾ ചെയ്യുന്നത്. ആ ഒരു മുമ്പ് എങ്ങനെയായിരുന്നു? നമ്മള് ഫോണിലൂടെ കണക്ട് ചെയ്യുമായിരുന്നു അല്ലെ, കോള് വിളിച്ച് അവിടുത്തെ എക്സിക്യൂട്ടീവുമായിട്ട് സംസാരിച്ച് ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്തോളൂ. ഇപ്പൊ കുറെയൊക്കെ മാറി അല്ലെ. ഇപ്പൊ എങ്ങനെയാണ്? ചാറ്റുകളിലൂടെയാണ്. നമുക്കിപ്പോ വാട്സപ്പ് വഴിയാണെങ്കിലോ അതിനുള്ള ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അല്ലെ. ചെയ്തിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ? അപ്പൊ അവര് കുറെ ഓപ്ഷൻസ് നമുക്ക് ഇങ്ങനെ അയച്ചു തരും. അതിലേതാണോ ചൂസ് ചെയ്യേണ്ടത് അത് ചൂസ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറെ ക്വസ്റ്റ്യൻസ് ഏതുമായി റിലേറ്റഡ് ആയിട്ടാണ് നിങ്ങൾക്ക് പ്രോബ്ലം വരുന്നത് അങ്ങനെയല്ലേ തന്നെ. അതുപോലെ തന്നെ ഇവിടെയും ഒരു ഹോസ്പിറ്റലിന് നാവുമായിട്ട് കറസ്പോണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? കത്തിടപാടുകൾ നടത്തുക അല്ലെങ്കിൽ സംസാരങ്ങൾ, ഇപ്പൊ ഒരു സംഭാഷണങ്ങൾ നടത്തേണ്ടത് അതെങ്ങനെയാണ്? വയ റൈറ്റിംഗ് ഇൻ ദ റിമാർക്സ് കോളം ഓഫ് ദ ഓൺലൈൻ പോർട്ടൽ. ആ ഒരു ഹോസ്പിറ്റലും ആ ഒരു നാവുമായി ബന്ധപ്പെട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓൺലൈൻ പോർട്ടലില് ഒരു റിമാർക്ക് കോളം ഉണ്ട്. ആ ഒരു റിമാർക്സ് കോളത്തില് നമുക്ക് എന്ത് മെസ്സേജുകൾ, നമുക്ക് എന്ത് കാര്യങ്ങളാണ്, നമുക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു, ഇപ്പൊ ആപ്ലിക്കേഷന്റെ പ്രോസസ്സ് എവിടെ വരെ എത്തി നിൽക്കുന്നു,
നടത്തുന്നു എന്നൊരു ഹോസ്പിറ്റലിന് അറിയണം. അതുപോലെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റഡ് ആയോ റിജക്റ്റഡ് ആയോ, എന്താണ് ഫർദർ പ്രോസസ്സിംഗ് എന്നായിരിക്കും മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ആ ഒരു നാമമായിട്ട് ഇടപാടുകൾ നടത്തണം അല്ലെങ്കിൽ സത്യനിടപാടുകൾ നടത്തുക അല്ലെങ്കിൽ സംസാരിക്കണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന റിമാർക്സ് കോളത്തിന്റെ സഹായത്തോടു കൂടിയാണ് സാധിക്കുന്നത്. അതിലൂടെ നമ്മൾ മെസ്സേജ് അയച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതും റിപ്ലൈ തരുന്നത്. ക്ലിയർ അല്ലേ? സ്ക്രൂട്ടിനിറ്റി ഓഫ് ആപ്ലിക്കേഷനിൽ പ്രധാനമായിട്ടും വരുന്നത് എന്താണ്, ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഓൾറെഡി സബ്മിറ്റ് ചെയ്തിരുന്നു, ആ ആപ്ലിക്കേഷനെ സൂക്ഷ്മ പരിശോധന നടത്തുന്നു. അങ്ങനെ സൂക്ഷ്മ പരിശോധന നടത്തണമെങ്കിൽ ആദ്യം നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്ത് കഴിയുമ്പോൾ പേയ്മെന്റ് അടിച്ച് ഒരു റെഫറൻസ് ആയിട്ട് നമുക്ക് കിട്ടും. അതിനുശേഷം ആ നാബിന്റെ ഓഫീസേഴ്സ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം കൃത്യമായിട്ട് സൂക്ഷ്മ പരിശോധനകൾ നടത്തുകയും അതിനനുസരിച്ച് ഓക്കെ ആണെങ്കിൽ അവർ പ്രൊസീഡ് ചെയ്യാൻ പറയുകയും ചെയ്യും. അപ്പൊ അതുമായിട്ടുള്ള ഒരു കറസ്പോണ്ട് അല്ലെങ്കിൽ കത്തിടപാടുകൾ നടത്തുന്നത് നമ്മുടെ ഫോൺ കോളിലൂടെയോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ളതൊന്നും അവിടെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, മറിച്ച് ആ ഒരു ഓൺലൈൻ പോർട്ടലിൽ തന്നെയുള്ള റിമാർക്ക് കോളത്തിലൂടെയാണ് ഹോസ്പിറ്റലിലെ ലാഭമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുന്നത്. ക്ലിയർ ആണോ സ്ക്രൂട്ടിനിറ്റി ഓഫ് ആപ്ലിക്കേഷൻ? ഓക്കെ അല്ലേ? ഒരുപാട് ബുദ്ധിമുട്ടൊന്നുള്ള ഭാഗമല്ല കേട്ടോ, നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അടുത്തത് നോട്ടിഫിക്കേഷൻ ഓഫ് പ്രിൻസിപ്പൽ അസസർ ആൻഡ് അസസ്മെന്റ്. അപ്പൊ ഈ ഒരു എന്താണ് നമ്മുടെ ആപ്ലിക്കേഷൻ അവിടെ നാബിന്റെ കയ്യിൽ ഇരിക്കുവാണ് അല്ലെ, അവർ ഓക്കെയാണ്, അവര് നോക്കി നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷനിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അവർ ആ ഒരു അയോഗ്യതയുള്ള ഒരു സ്ഥാപനമാണ് എന്ന് ആ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് അവർക്ക് മനസ്സിലായി വിചാരിക്കാം. അതിനുശേഷം അവർ എന്ത് ചെയ്യുന്നു, നോട്ടിഫിക്കേഷൻ ഓഫ് പ്രിൻസിപ്പൽ അസസർ ആൻഡ് അസസ്മെന്റ്. ഒരു നാബ് ഈ പറയുന്ന സ്ഥാപനത്തിനെ വിലയിരുത്താൻ വേണ്ടിയിട്ട് ഒരു പ്രിൻസിപ്പൽ അസസർ, മുഖ്യമായിട്ട് വിലയിരുത്തേണ്ട ഒരു വ്യക്തി, നമ്മുടെ ഹെഡ് എന്നൊക്കെ പറയും അല്ലെ നമ്മൾ, അതുപോലെ അവരുടെ കീഴിൽ ഒരു അസസ്മെന്റ് ടീമിനെയും തയ്യാറാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. NAB shall appoint principal assessor who shall have the overall responsibility of conducting the assessment for the hospital and a team of other assessors. ഈ പ്രിൻസിപ്പൽ അസസർ, അതായത് ഒരു അസസ്മെന്റ് ടീം ഉണ്ട്, ചിലപ്പോ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് ഒരു അസസ്മെന്റ് ടീം എന്ന് പറയുന്നത്. അതിൽ ഒരു വ്യക്തി ഉണ്ടാവുമല്ലോ, ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയെ നമ്മൾ അതൊരു പ്രിൻസിപ്പൽ അസസർ ആയിട്ട് അല്ലെങ്കിൽ മൂല്യനിർണ്ണയം നടത്തേണ്ട ഒരു വ്യക്തിയായിട്ട് നമ്മൾ പ്രിൻസിപ്പൽ അസസർ ആയിട്ട് വെക്കും. ആ വ്യക്തിക്കാണ് എന്തിനുള്ള റെസ്പോൺസിബിലിറ്റി, ഓവറോൾ റെസ്പോൺസിബിലിറ്റി. അതായത് മറ്റ് അസസേഴ്സ്, ആ ടീമിലുള്ള മറ്റ് അംഗങ്ങളെ കൃത്യമായിട്ട് എന്ത് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും അവർക്ക് ആവശ്യമായുള്ള സപ്പോർട്ടും അവരെ മേൽനോട്ടം വഹിക്കാനും അതോടൊപ്പം തന്നെ ആ ഒരു അസസ്മെന്റ്, ആ ഒരു ഹോസ്പിറ്റലിന്റെ മൂല്യനിർണ്ണയം അല്ലെങ്കിൽ വിലയിരുത്തൽ നടത്തുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള ആ ഒരു ഓവറോൾ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രിൻസിപ്പൽ അസസറിനായിരിക്കും. പ്രിൻസിപ്പൽ അസസർ എന്ന് പറഞ്ഞാൽ അവർ ആ ഒരു അസസ്മെന്റ് ടീമിന്റെ ഹെഡായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹമാണ് ഈ പറയുന്ന ഹോസ്പിറ്റലിലേക്ക് അസസ്മെന്റ് കണ്ടക്ട് ചെയ്യേണ്ടതും അതുമായി ബന്ധപ്പെട്ട മൊത്തത്തിലുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റീസും അവർ ഏറ്റെടുക്കേണ്ടതും അവരുടെ കീഴിലുള്ള ആ ഒരു അസസ്മെന്റ് ടീമിനെ വിലയിരുത്തേണ്ടതും അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ മേൽനോട്ടങ്ങൾ നൽകി കൊടുക്കേണ്ടതും ഗൈഡൻസ് ഒക്കെ കൊടുക്കേണ്ടതും ആര് തന്നെയാണ്? ഈ പ്രിൻസിപ്പൽ അസസർ ആണ്. അത് നാബാണ് ആ ഒരു പ്രിൻസിപ്പൽ അസസറിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. Then he or she will calculate the adequacy of all the documents, including the quality manual, policies and procedures, and other departmental manuals as mandated by the standard. ഇവർ എന്ത് ചെയ്യും? ആ ഒരു പ്രിൻസിപ്പൽ അസസർ എന്ത് ചെയ്യുന്നു? കാൽക്കുലേറ്റ് ദ ആഡിക്വസി ഓഫ് ഓൾ ദ ഡോക്യുമെന്റ്സ് ഇൻക്ലൂഡിംഗ് ദ ക്വാളിറ്റി. നമ്മൾ ആദ്യം പറഞ്ഞില്ലായിരുന്നോ ക്വാളിറ്റി മാനുവൽ തയ്യാറാക്കും, ഹോസ്പിറ്റലിൽ തയ്യാറാക്കണം എന്ന് പറഞ്ഞില്ലായിരുന്നോ? ക്വാളിറ്റി മാനുവല്, പോളിസികള്, പ്രൊസീജിയേഴ്സ്, ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട മറ്റു മാനുവല്, ഈ ഒരു ഹോസ്പിറ്റലിലെ ഈ നാബിന്റെ മാനദണ്ഡങ്ങൾ പ്രകാരം അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ പ്രകാരം നിർബന്ധമാക്കിയിട്ടുള്ള ഈ പറയുന്ന ക്വാളിറ്റി മാനുവൽ ആയിക്കോട്ടെ, ആ ഹോസ്പിറ്റൽ തയ്യാറാക്കിയ പോളിസികളും പ്രൊസീജിയേഴ്സും ആ ഡിപ്പാർട്ട്മെന്റുകളിൽ തയ്യാറാക്കിയിട്ടുള്ള മറ്റ് മാനുവൽസും, ഇതെല്ലാം ആ ഒരു അസസ്മെന്റ്. അപ്പൊ ഇതിന്റെ ഈ പറയുന്ന എല്ലാത്തിന്റെയും, ഈ ഡോക്യുമെന്റ്സിന്റെ എല്ലാത്തിന്റെയും ആഡക്വസി അല്ലെങ്കിൽ പര്യാപ്തത എത്രത്തോളം ഉണ്ട് എന്ന് ഈ പറയുന്ന പ്രിൻസിപ്പൽ അസസറും അവരുടെ ടീമും എന്ത് ചെയ്യും? വിലയിരുത്തും. അപ്പൊ അതാണ്
ലാസ്റ്റ് പറഞ്ഞത്. നോട്ടിഫിക്കേഷൻ ഓഫ് പ്രിൻസിപ്പൽ അസസർ ആൻഡ് അസസ്മെന്റ് ടീം എന്ന് പറഞ്ഞാൽ ആ ഒരു അസസ്മെന്റ് ടീമിനെയും ആ ഒരു പ്രിൻസിപ്പൽ അസസർ ആരായിരിക്കും, അവർ സീനിയർ ആയിട്ടുള്ള വ്യക്തിയായിരിക്കും, അവരെയും തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് നാബ് തന്നെയാണ്. ആ നാബ് ഈ പറയുന്ന പ്രിൻസിപ്പൽ അസസറിന് എന്ത് റെസ്പോൺസിബിലിറ്റിയാണ് കൊടുക്കുന്നത്? ഈ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട അസസ്മെന്റ് കണ്ടക്ട് ചെയ്യാനും അവരുടെ കീഴിലുള്ള ആ ഒരു ടീമിനെ സൂപ്പർവൈസ് ചെയ്യാനുമുള്ള റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹം എന്ത് ചെയ്യണം? ഈ നാബ് മാനദണ്ഡങ്ങൾ പ്രകാരം നിർബന്ധിതമാക്കിയിട്ടുള്ള ഹോസ്പിറ്റലിലെ ക്വാളിറ്റി മാനുവല്, പോളിസികള്, പ്രൊസീജിയേഴ്സ്, മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിട്ടുള്ള മാനുവല്, ഇങ്ങനെയുള്ള എല്ലാ ഡോക്യുമെന്റ്സിന്റെയും പര്യാപ്തത എത്രത്തോളം ഉണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കണക്കാക്കുന്നത് ഈ പറയുന്ന പ്രിൻസിപ്പൽ അസസർ ആയിരിക്കും. ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി ഏതൊക്കെ ടൈപ്പ് ഓഫ് അസസ്മെന്റ് കണ്ടക്ടഡ് ബൈ നാബ് ആണ് അടുത്തതായിട്ട് നോക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇപ്പൊ ഇവിടെ ഇത് എന്ത് ചെയ്യാൻ വരികയാണ്? കണ്ടക്ഷൻ, അതായത് അസസ്മെന്റ് അല്ലെങ്കിൽ മൂല്യനിർണ്ണയം നടത്താൻ വേണ്ടി വരികയാണ് അല്ലെ. അപ്പൊ മൂല്യനിർണ്ണയം പല രീതിയിൽ നാബ് അസസ്മെന്റ് നടത്താറുണ്ട്. ഇപ്പൊ ചിലപ്പോ നേരിട്ട് വരാം, അല്ലെങ്കിൽ ചിലപ്പോ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ അവർക്ക് വിദൂരമായിട്ടുള്ള സ്ഥലത്തിൽ നിന്ന് ചെയ്യാം അല്ലെ. അങ്ങനെ പല രീതിയിൽ നാബ് എന്ത് ചെയ്യാറുണ്ട്? അസസ്മെന്റ് നടത്താറുണ്ട് അല്ലെങ്കിൽ മൂല്യനിർണ്ണയം നടത്താറുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ചരിവുകൾ നോക്കാം. Now, in coordination with the hospital, may choose to follow one of the following methods for conduct of the assessment based on environmental factors prevailing in the region in order to ensure business continuity in its operations without compromising on quality. ഇവിടെ നോക്കി നാബിന് ഈ പറയുന്ന ഹോസ്പിറ്റലിനെ കോർഡിനേഷൻ വിത്ത് ഹോസ്പിറ്റൽ, നാബും ആശുപത്രിയുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഏകോപിപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന താഴെ പറയുന്ന മെത്തേഡുകളിൽ ഏത് വേണമെങ്കിലും അസസ്മെന്റിന് വേണ്ടി ചൂസ് ചെയ്യാം. അപ്പൊ അത് ആ ഒരു ഹോസ്പിറ്റലിന്റെ അവിടുത്തെ എന്തൊക്കെ കാര്യങ്ങൾ അനുസരിച്ചാണ് നോക്കി അസസ്മെന്റ് ബേസ്ഡ് ഓൺ ദ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് പ്രിവെയിലിംഗ് ദ റീജിയൻ. ആ ഒരു റീജിയനിലുള്ള പാരിസ്ഥിതികമായിട്ടുള്ള ആ പ്രദേശത്തെ പാരിസ്ഥിതിക ഘടകങ്ങളെ ആശ്രയിച്ച് ഇപ്പൊ അധികം എന്താണ് അവിടേക്ക് എത്തിപ്പെടാനും കാര്യങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ അവരതിനനുസരിച്ചുള്ള ആ ഒരു മെത്തേഡിൽ വ്യത്യാസം വരുന്നത്. അതുപോലെ ഇപ്പൊ ഒരു കോവിഡ് വരാണ്, അപ്പൊ അവിടെ നമുക്ക് എന്താണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്വാറന്റൈനോ അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ഇപ്പൊ ഒരു ലോക്ക്ഡൌണോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടേക്ക് എത്തിപ്പെടാൻ പാടില്ലേ അല്ലെ, ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളും അങ്ങനത്തെ ഘടകങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് എന്നാൽ ബിസിനസിന്റെ പിന്തുടർച്ച അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷൻസ് ബിസിനസ് കണ്ടിന്യൂറ്റി ഇൻ ഇറ്റ്സ് ഓപ്പറേഷൻ, അവരുടെ ബിസിനസിന്റെ തുടർച്ച വർദ്ധിപ്പിക്കാനും വിത്തൗട്ട് കോംപ്രമൈസിങ് ഓൺ ക്വാളിറ്റി, അവിടെ ക്വാളിറ്റിയിലോ ഗുണനിലവാരത്തിലോ യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാത്ത രീതിയിൽ ഏതെങ്കിലും മെത്തേഡുകൾ അവർക്ക് ചൂസ് ചെയ്ത് അസസ്മെന്റ് ആ ഒരു ടീമിനെ കണ്ടക്ട് ചെയ്യാവുന്നതാണ്. ഹോസ്പിറ്റലുമായിട്ട് ഏകോപനം നടത്തിക്കൊണ്ട് ഈ ഒരു ലാബ് ഏതെങ്കിലും ടൈപ്പ് ഓഫ് അസസ്മെന്റ് ആയിരിക്കും ഈ താഴെ പറയുന്നതിൽ ഏതെങ്കിലും ആയിരിക്കും ചൂസ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ഓരോന്നും 4 എണ്ണം പഠിക്കുകയാണ് കേട്ടോ. അതിൽ ഒന്നാമതാണ് ഓൺസൈറ്റ് അസസ്മെന്റ്. അതെങ്ങനെയായിരിക്കും ഓൺസൈറ്റ് എന്ന് പറയുമ്പോൾ? ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾ പഠിക്കണം കേട്ടോ. ഓൺസൈറ്റ് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓൺസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു പേരിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ലേ? ആ ഒരു ലാബിന്റെ ടീം ഓൺലൈൻ ആയിട്ടായിരിക്കും ഡയറക്റ്റ് വന്ന് അല്ലെ, ഹോസ്പിറ്റലിൽ ഡയറക്റ്റ് ആ ഒരു സൈറ്റിൽ വന്നാണ് ചെയ്യുന്നത്. അതാണ് ഓൺസൈറ്റ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓൺസൈറ്റ് അസസ്മെന്റ് എന്ന് പറഞ്ഞാല് ഇൻ ഓൺസൈറ്റ് അസസ്മെന്റ് the assessors nominated by NAB make a visit to the HCO for a predefined mandate based on the bed strength of the hospital. The assessor varies the document, facilities and conduct interview in the person at HCO. In the on-site assessment, നിങ്ങൾ ആദ്യം ഓർക്കേണ്ടത് അവിടേക്ക് ആ ഒരു അസസർ ടീം നേരിട്ട് എത്തുകയാണ് ചെയ്യുക. മനസ്സിലായല്ലോ? അപ്പൊ നേരിട്ടെത്തി അവരെന്ത് ചെയ്യുന്നു? ആ ഒരു നാബ് നോമിനേറ്റ് ചെയ്യുന്ന ഏതൊക്കെ വ്യക്തികളാണോ അസസേഴ്സ്, ആരൊക്കെയാണോ മൂല്യനിർണ്ണയം അല്ലെങ്കിൽ വിലയിരുത്തൽ നടത്തേണ്ടത്, ആ ടീം എന്ത് ചെയ്യും? നേരിട്ട് ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ ഒരു പ്രീ ഡിഫൈൻഡ് മാൻഡേറ്റ്, അതായത് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു ദിവസം ആ ഒരു ഹോസ്പിറ്റലുമായിട്ട് തീരുമാനിച്ച് സഹകരിച്ചുകൊണ്ട് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു ദിവസം ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലേക്ക് ഈ നാബിന്റെ അസസ്മെന്റ് ടീം എന്ത് ചെയ്യുന്നു?
എത്തുന്നു, നേരിട്ടെത്താണ് ചെയ്യുന്നത്. എന്നിട്ട് അവിടുത്തെ ബെഡ് സ്ട്രെങ്ത് എങ്ങനെയാണോ അതിനനുസരിച്ച് അവിടെയുള്ള ഡോക്യുമെന്റ്സ്, അവരുടെ എല്ലാ ഡോക്യുമെന്റ്സും കൃത്യമായിട്ട് എന്ത് ചെയ്യും, വെരിഫൈ ചെയ്യും, പരിശോധനകൾ നടത്തും. അവിടുത്തെ ഫെസിലിറ്റികൾ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് കൃത്യമായിട്ട് പരിശോധനകൾ നടത്തും. കണ്ടക്ട് ഇന്റർവ്യൂ, അവിടെയുള്ള ഓരോ വ്യക്തികളുമായിട്ട് നേരിട്ട് അഭിമുഖങ്ങൾ നടത്തും. അപ്പൊ അങ്ങനെയുള്ള പല പ്രൊസീജിയറിലൂടെയും ഇവരത് മൂല്യനിർണ്ണയം നടത്തുന്നു. The hospital needs to bear the cost of the assessors travel and stay. അപ്പൊ ഈ പറയുന്ന അസസേഴ്സ് ചിലപ്പോൾ ദൂരെ നിന്നായിരിക്കുമെന്ന്, ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയൊക്കെയാണ്. അപ്പൊ അവിടെ നമുക്ക് വരുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ട്രാവൽ ചെയ്യാനും സ്റ്റേ ചെയ്യാനും ഒക്കെ ഒരുപാട് എക്സ്പെൻസ് ചെലവാവില്ലേ, അല്ലെ? ഒരു 4-5 അസസർ ടീമാണ് വരുന്നതെങ്കിൽ അവർക്ക് എവിടെയെങ്കിലും താമസിക്കണം, അല്ലെ? അവർക്ക് വരാനായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് യാത്രയ്ക്കും താമസത്തിനും ഒക്കെ ഒരു ചെലവുണ്ടാവും, അല്ലെ? ആ ചെലവൊക്കെ ആരാ വഹിക്കേണ്ടത്? ആര് വഹിക്കണം? ആ ഹോസ്പിറ്റലുകാര് വഹിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് മുൻകൂട്ടി എന്തുകൊണ്ടാണ് പറയുന്നത്? മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ദിവസം വരുന്നത്, അവർക്ക് എവിടെ താമസം ഒരുക്കണം, എങ്ങനെ ഏത് ദിവസമാണ് ട്രാവൽ ചെയ്ത് വരുന്നത്, അതിനനുസരിച്ചുള്ള ചെലവും കാര്യങ്ങളൊക്കെ ഈ ഹോസ്പിറ്റലുകാര് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഓൺസൈറ്റ് അസസ്മെന്റ് അതാ പറയുന്നത്. ഓൺസൈറ്റ് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് ആ ഒരു നാബ് ടീം നേരിട്ട് ഇങ്ങോട്ട് വരുന്നു, ആ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ വരികയും ആ ഒരു നാബിന്റെ കൃത്യമായ മാനദണ്ഡങ്ങൾ പ്രകാരം എല്ലാ ഡോക്യുമെന്റ്സും വെരിഫൈ ചെയ്യുന്നു, അവർക്ക് ഫെസിലിറ്റികൾ വെരിഫൈ ചെയ്യുന്നു, അതുപോലെ ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്ത് നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതിനുവേണ്ടി വരുന്ന ആ ഒരു അസസർ ടീമിന്റെ യാത്രാ ചെലവും അതുപോലെ താമസവും ഒക്കെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ എക്സ്പെൻസുകളും ആ ഹോസ്പിറ്റലാണ് വഹിക്കേണ്ടത്. ക്ലിയർ ആണോ? ഓൺസൈറ്റ് അസസ്മെന്റ് ഓക്കെ ആണോ? ഓക്കെ. അടുത്തതായിട്ട് ഡെസ്ക് ടോപ്പ് അസസ്മെന്റ്. ഡെസ്ക് ടോപ്പ് അസസ്മെന്റ് എന്ന് പറഞ്ഞാല് ഇവിടെ ഇത് പ്രധാനമായിട്ടും ഡെസ്ക് ടോപ്പ് അസസ്മെന്റ് നടത്തിയത് കൂടുതലും സാധാരണ അങ്ങനെ നടത്താറുണ്ടായിരുന്നില്ല. പക്ഷെ ലോക്ക്ഡൌൺ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ പറ്റാത്തൊരു സാഹചര്യമായി, അല്ലെ? ഇല്ലേ? പോവാൻ പറ്റാത്തൊരു സാഹചര്യമായി, ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായപ്പോ ഇവരെന്ത് ചെയ്തു? ഡെസ്ക് ടോപ്പ് അസസ്മെന്റ് നടത്തി. അതായത് in this type of assessment the healthcare organization will submit information and documents as per the checklist which is based on applicable standards for hospitals and the same shall be reviewed by the NAB assessor. എന്ത് ചെയ്യുന്നു? ഇവര് in the type of ഈ ഒരു ഡെസ്ക് ടോപ്പ് അസസ്മെന്റില് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആ ഒരു നാബിന്റെ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റല് പാലിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് ബാധ്യസ്ഥരമായിട്ടുള്ള അല്ലെങ്കിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ആ ഒരു നാബിന്റെ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള ഒരു ചെക്ക് ലിസ്റ്റ് കൊടുക്കും. ആ ചെക്ക് ലിസ്റ്റ് പ്രകാരം എല്ലാ ഇൻഫർമേഷൻസും ഡോക്യുമെന്റ്സും ആര് നാബിന് സബ്മിറ്റ് ചെയ്യണം? ഈ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ സബ്മിറ്റ് ചെയ്ത ഈ പറയുന്ന എല്ലാ ഡോക്യുമെന്റ്സും ആ നാബിന്റെ അസസർ എന്ത് ചെയ്യുന്നു? അവലോകനം ചെയ്യുകയും the decision on continuation of accreditation shall be based on the recommendations made by the assessor. ഇത് കൂടുതലും റീ അക്രഡിറ്റേഷന് വേണ്ടിയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു പ്രാവശ്യം ഓൾറെഡി അക്രഡിറ്റഡ് ആയിട്ടുണ്ട്, അതിനനുസരിച്ച് മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിനിടയ്ക്ക് നമ്മൾ പരിശോധനകളൊക്കെ നടത്തും ചെല്ലും നാബ്. അപ്പൊ അങ്ങനെയുള്ള രീതിയിലായ ഒരു സ്ഥാപനമാവുമ്പോൾ അവർക്ക് ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ലോക്ക്ഡൌണോ കാര്യങ്ങളോ വരുമ്പോൾ നേരിട്ട് ചെന്ന് ചിലപ്പോൾ വിലയിരുത്തൽ നടത്താനായിട്ട് പുനർ അക്രഡിറ്റേഷൻ ഒക്കെ കൊടുക്കണമെങ്കിൽ നേരിട്ട് നമുക്ക് ചെന്ന് വിലയിരുത്തൽ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഈ പറയുന്ന ഡെസ്ക് ടോപ്പ് അസസ്മെന്റ് നടത്തും. അതിനു വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റലിൽ പാലിക്കേണ്ട നാബുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള ഒരു ചെക്ക് ലിസ്റ്റ് കൊടുക്കും. ആ ഒരു ചെക്ക് ലിസ്റ്റ് പ്രകാരം പറഞ്ഞിരിക്കുന്ന ഓരോ ഡോക്യുമെന്റ്സും ഇൻഫർമേഷനും ഹോസ്പിറ്റല് ഈ പറയുന്ന നാബിന് സബ്മിറ്റ് ചെയ്യണം. ആ നാബിന് സബ്മിറ്റ് ചെയ്ത ഈ പറയുന്ന ഇൻഫർമേഷനും ഡോക്യുമെന്റും ഈ പറയുന്ന നാബ് അസസേഴ്സ് വിലയിരുത്തുകയും അവലോകനം ചെയ്യും. ദ ഡിസിഷൻ ഓൺ കണ്ടിന്യൂവേഷൻ ഓഫ് അക്രഡിറ്റേഷൻ, ആ ഒരു അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അംഗീകാരം ഇവർക്ക് തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് റെക്കമെൻഡേഷൻ മെയ്ഡ് ബൈ ദ അസസർ. ആ ഒരു മൂല്യനിർണ്ണയം നടത്തുന്ന ആ ഒരു അസസറിന്റെ ശുപാർശ പ്രകാരമായിരിക്കും. അവര് ആ ഒരു ഡോക്യുമെന്റ്സും ഇൻഫർമേഷനും കൃത്യമായിട്ട് പരിശോധന നടത്തി ഓക്കെ ആണ്, ഇവിടുത്തെ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് തോന്നുന്നു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു അക്രഡിറ്റേഷന് കണ്ടിന്യൂവേഷൻ തുടർച്ചയായിട്ട് തുടർന്ന് പോകാനായിട്ടുള്ള ഒരു അംഗീകാരം കൊടുക്കാം എന്നാണ് അസസർ ശുപാർശ ചെയ്യുന്നതെങ്കിൽ അവിടെ അവർക്ക് പുനർ അക്രഡിറ്റേഷൻ കിട്ടും. അല്ലാത്ത പക്ഷം അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ചെയ്യപ്പെടും. അതായത് തീരുമാനം, അന്തിമ തീരുമാനം എന്ന് പറയുന്നത് ആ വിലയിരുത്തുന്ന അസസറാണ് അതിനുള്ള ശുപാർശകൾ നൽകുന്നത്.
അദ്ദേഹത്തിന്റെ ശുപാർശകൾ അനുസരിച്ചായിരിക്കും അതിന്റെ ആ ഒരു കണ്ടിന്യൂവേഷൻ ഓഫ് അക്രഡിറ്റേഷൻ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. ക്ലിയർ ആണോ? ഡെസ്ക്ടോപ്പ് അസസ്മെന്റ് ഓക്കെ ആണോ? ഓക്കെ. ദെൻ അടുത്തതാണ് റിമോട്ട് അസസ്മെന്റ്. റിമോട്ട് അസസ്മെന്റ് ആണ് നിങ്ങൾ പറഞ്ഞത് ഓൺലൈൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. നോക്കിയേ, in this type of assessment, the assessor does not go to the HCO in person, but conduct the entire assessment from a remote location through the use of virtual platform. അല്ലെ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരുപാട് വിർച്വൽ പ്ലാറ്റ്ഫോമുകൾ ഉണ്ട് അല്ലെ. ഓൺലൈൻ ആയിട്ട് നമുക്ക് എന്താണ് ഇപ്പൊ ഒരു വീഡിയോ കോളുകളിലൂടെയൊക്കെ എന്തോരം രീതിയിൽ നമുക്ക് അത് അസസ് ചെയ്യാൻ പറ്റും അല്ലെ. അത് തന്നെ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെയും ആ ഒരു വിർച്വൽ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് അവരൊരു വിദൂര സ്ഥലത്തിരുന്നു കൊണ്ട് ആ ഒരു അസസേഴ്സോ അല്ലെങ്കിൽ അസസ്മെന്റ് ടീമോ ഒന്നും നേരിട്ട് ഈ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ വ്യക്തിപരമായിട്ട് വരുന്നില്ല. അവരെവിടെ എന്ത് ചെയ്യുന്നു? അവര് വിദേശത്ത് അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും വിദൂരമായിട്ടുള്ള ഇടത്തിരുന്നു കൊണ്ട് അവർ ഈ ഒരു മൊത്തത്തിലുള്ള ആ ഒരു അസസ്മെന്റ് കണ്ടക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി അവര് വിർച്വൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നു. അതിലൂടെ ഓൺലൈൻ ആയിട്ടുള്ള രീതിയിൽ ഓൺലൈൻ വീഡിയോ കോളുകളിലൂടെയൊക്കെ ഇന്റർവ്യൂസ് നടത്താം, വിലയിരുത്തൽ നടത്താം അല്ലെ. ഓരോ കാര്യങ്ങളും നേരിട്ട് കണ്ട് നിരീക്ഷിക്കാം. അപ്പൊ അങ്ങനെ പല മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് അവര് നേരിട്ട് ഇവിടെ വരാതെ അവര് വിലയിരുത്തൽ നടത്തുകയാണ് ചെയ്യുന്നത്. The hospital need to provide the online platform. There are nominal overhead charges for hospital which they need to pay. ഇനി ഇവിടെ ഓൺലൈൻ ആയിട്ട് ഏതോ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണോ അവർ ചെയ്യുന്നത് അത് ആ ഹോസ്പിറ്റലാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു റിമോട്ട് അസസ്മെന്റ് നടത്തുമ്പോൾ ഹോസ്പിറ്റല് ഒരു നോമിനൽ ഓവർഹെഡ് ചാർജ് ഒരു മിനിമം ആയിട്ട് ഒരു നാമമാത്രമായിട്ടുള്ള ഒരു ചാർജ് ആ ഹോസ്പിറ്റൽ ആ നാമിന് പേ ചെയ്യുന്നതായിട്ടുണ്ട്. അപ്പൊ മറ്റു രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ ഇതിലും ഈ പറയുന്ന പോലെ ഒരു നോമിനൽ ചാർജ്, അതായത് ഒരു അവിടെ ഇരുന്നുകൊണ്ട് വിദൂരമായിട്ട് പല പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെതായ ചിലപ്പോൾ ഫീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ആരും അടയ്ക്കേണ്ടതായിട്ട് വരും. ഈ ഹോസ്പിറ്റല് അടയ്ക്കേണ്ടതായിട്ട് വളരെ കുറച്ച്, ഒരുപാട് തുകയൊന്നും ഉണ്ടാവില്ല, വളരെ നോമിനൽ ആയിട്ടുള്ള കുറച്ച് തുക ഈ പറയുന്ന ആരടയ്ക്കണം? ഹോസ്പിറ്റൽ അടയ്ക്കണം. അപ്പൊ റിമോട്ട് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ നേരിട്ട് അസസേഴ്സ് ആരും ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ല. പകരം അവര് വിദൂരമായിട്ടുള്ള ഇടത്തിരുന്നു കൊണ്ട് ഓൺലൈൻ വിർച്വൽ പ്ലാറ്റ്ഫോമുകളുടെ സഹായത്തോടു കൂടി അവർ എന്ത് ചെയ്യുന്നു? മുഴുവനുള്ള മൊത്തത്തിലുള്ള അസസ്മെന്റ് നടത്തുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഏത് വേണം എന്ന് തീരുമാനിക്കേണ്ടതും പ്രൊവൈഡ് ചെയ്യേണ്ടതും ഹോസ്പിറ്റലാണ്. അതിനനുസരിച്ചുള്ള നോമിനൽ ഓവർഹെഡ് ചാർജുകൾ നാമമാത്രമായിട്ടുള്ള ചാർജുകൾ ഹോസ്പിറ്റല് ആ ഒരു നാമ്പില് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ക്ലിയർ ആണോ? റിമോട്ട് അസസ്മെന്റ് ഓക്കെ ആണെങ്കിൽ അടുത്ത ഒരെണ്ണം കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, അടുത്തത് ഹൈബ്രിഡ് അസസ്മെന്റ്. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ എന്താ? മിക്സ് ആയിരിക്കും അല്ലെ, രണ്ടിന്റെ കോമ്പിനേഷൻ ആയിരിക്കും ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ. അപ്പൊ എന്തിനൊക്കെ കോമ്പിനേഷൻ ആവാം? ഇവിടെ നേരിട്ട് വരുന്നുണ്ട്, വിർച്വൽ പ്ലാറ്റ്ഫോമിലൂടെയും ചെയ്യുന്നത്. അപ്പൊ രണ്ടിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് ഹൈബ്രിഡ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് അസസ്മെന്റ് വൺ അസസർ മേ ബി ഫിസിക്കലി പ്രസന്റ് ഇൻ ദ HCO ഡ്യൂറിംഗ് ദ ഓഡിറ്റ്. ഈ ഓഡിറ്റ് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു വിലയിരുത്തൽ നടത്താൻ വരുന്ന സമയത്ത് ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ ഒരു അസസർ ഫിസിക്കലി പ്രസന്റ് ആയിരിക്കും, നേരിട്ട് വന്നിട്ടുണ്ടാവും. ഒരാള് നേരിട്ട് വന്നിട്ടുണ്ടാവും. മറ്റേത് ദ അതർ അസസേഴ്സ്, മറ്റ് assessing teamile മറ്റു members will be doing the audit from a remote location through the use of virtual platform. അപ്പൊ മറ്റുള്ളവര് വിർച്വൽ പ്ലാറ്റ്ഫോമിന്റെ സഹായത്തോടു കൂടി വിദൂരമായിട്ടുള്ള ഇടത്തിരുന്നായിരിക്കും ആ ഒരു മൂല്യനിർണ്ണയം നടത്തുന്നത്. ഒരു വ്യക്തി ഇവിടേക്ക് നേരിട്ട് വന്നിട്ടും ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ ഹൈബ്രിഡ് അസസ്മെന്റ് എന്ന് പറഞ്ഞാല് ഒരു അസസർ ഫിസിക്കലി ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ ആ ഒരു അസസ്മെന്റ് നടത്താൻ, ആ ഒരു ഓഡിറ്റ് നടത്താൻ പറഞ്ഞാൽ മൂല്യനിർണ്ണയം നടത്തുന്നത് തന്നെയാണ് കേട്ടോ, അല്ലെങ്കിൽ വിലയിരുത്തൽ നടത്താൻ വരുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരാള് അന്നേരം ആ ഒരു സമയത്ത് അവിടെ പ്രസന്റ് ആയിരിക്കും. അപ്പൊ അവിടുത്തെ കാര്യങ്ങൾ കൃത്യമാണോ എന്നൊക്കെ നോക്കാനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ഒരു കൃത്യമായി ആ ഒരു സ്ഥലത്ത് പ്രസന്റ് ആയിരിക്കും. മറ്റ് അസസേഴ്സ് എങ്ങനെയായിരിക്കും? ഒരു വിദൂര സ്ഥലത്തിരുന്നു കൊണ്ട് അവർ വിർച്വൽ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ടാണ് അസസ്മെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പിന്റെ മിക്സ് ആണ് എന്ന് മനസ്സിലാക്കുക. റിമോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു വിദൂരമായ സ്ഥലത്തിരുന്ന് വിർച്വൽ പ്ലാറ്റ്ഫോമിന്റെ സഹായത്തോടു കൂടി മാത്രം ചെയ്യുന്നു. ഡെസ്ക്ടോപ്പ് ആവുമ്പോൾ ഈ പറയുന്ന എന്തെങ്കിലും പരിസ്ഥിതി ബുദ്ധിമുട്ടുകളോ ലോക്ക്ഡൌണുകളോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ ഡോക്യുമെന്റ്സ് ചെക്ക് ലിസ്റ്റ് പ്രകാരമുള്ള ഡോക്യുമെന്റ്സ് അയച്ചു കൊടുക്കുന്നു. അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ്സും ഇൻഫർമേഷനും ആണോ എന്ന് അസസേഴ്സ് വിലയിരുത്തുകയും ആ ഒരു അക്രഡിറ്റേഷന് കണ്ടിന്യൂവേഷൻ പുതുക്കി നൽകുകയോ അല്ലാതെയോ ഇരിക്കും.
അതുപോലെ ഓൺസൈറ്റ് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ, നേരിട്ട് അവിടെ വന്ന് തന്നെ എല്ലാ അസസേഴ്സും കൃത്യമായ കാര്യങ്ങൾ വിലയിരുത്തുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവരുടെ ട്രാവലിനും അതുപോലെ അവരുടെ സ്റ്റേക്കുമായി ബന്ധപ്പെട്ട എല്ലാ ചിലവുകളും ആ ഹോസ്പിറ്റലുകാരെ വഹിക്കുകയും വേണം. വേഗം ഒന്ന് വായിച്ചു നോക്കി 4 ടൈപ്പ് ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി മിസ് പറഞ്ഞുതരാം. പിന്നീട് നമ്മൾ ആ ഒരു ഫസ്റ്റ് കോളം പറഞ്ഞില്ലേ, അക്രഡിറ്റേഷന്റെ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു കുറെ സ്റ്റെപ്പുകൾ ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു പിക്ചർ നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പൊ ആ ഒരു പിക്ചറിലേക്ക് വരുമ്പോൾ ഇതുപോലെ ഹൈബ്രിഡ് അസസ്മെന്റ് നടത്തുന്നു, റിമോട്ട് അസസ്മെന്റ് നടത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മാറിപ്പോവരുത്. അപ്പൊ ഇത് വ്യക്തമായിട്ട് മനസ്സിലായാൽ മാത്രമേ ഇനി അത് ആദ്യം പറയുമ്പോൾ അറിയില്ല എന്ന് പറയരുത് കേട്ടോ. റിമോട്ട് അസസ്മെന്റ് എന്ന് പറഞ്ഞാല് ഇവിടെ നേരിട്ട് അസസേഴ്സ് ആരും ആ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ആ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ നേരിട്ട് ആരും വരുന്നില്ല. പകരം അവർ ഏതെങ്കിലും ഒരു ദൂരെ സ്ഥലത്തിരുന്നു കൊണ്ട് നമ്മുടെ ഈ വെർച്വൽ പ്ലാറ്റ്ഫോം അത് പറയാം കേട്ടോ, വെർച്വൽ പ്ലാറ്റ്ഫോമിന്റെ സഹായത്തോടു കൂടി ഇത് ഓൺലൈനായിട്ട് വീഡിയോ കോളുകളിലൂടെ അങ്ങനെ ഏതെങ്കിലും മെത്തേഡുകളിലൂടെ അത് ആ ഹോസ്പിറ്റലുകാർക്ക് തീരുമാനിക്കാം ഏത് മെത്തേഡ് വേണം. അതിലൂടെ നമുക്ക് ഓൺലൈനായിട്ട് വീഡിയോ കോളുകളിലൂടെ ഈ പറയുന്ന മൊത്തത്തിലുള്ള വിലയിരുത്തൽ നടത്തുകയും അതിനനുസരിച്ചുള്ള ഇന്റർവ്യൂസ് നടത്തണമെങ്കിൽ അങ്ങനെ നടത്താം. അല്ലാത്ത രീതിയിൽ മൊത്തത്തിലുള്ള ആ ഒരു വിലയിരുത്തൽ നടത്തുന്നത് അതിലൂടെയാണ്, ഒരു വിർച്വൽ പ്ലാറ്റ്ഫോമിന്റെ സഹായത്തോടുകൂടിയാണ് ഇവർ ചെയ്യുന്നത്. അതായത് നേരിട്ട് അവര് ആരും ഈ ഒരു സ്ഥാപനത്തിലേക്ക് വരുന്നില്ല. അതാണ് റിമോട്ട് അസസ്മെന്റ്. ക്ലിയർ ആണോ? ആരാണ് ചോദിച്ചത്? റിമോട്ട് അസസ്മെന്റ് ക്ലിയർ ആണോ? ഡെസ്ക്ടോപ്പ് അസസ്മെന്റ് പറയുന്നത് ഇപ്പൊ ഈ ഒരു ഡെസ്ക്ടോപ്പ് അസസ്മെന്റില് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം, ഈ പറയുന്ന നാബിന്റെ ഹോസ്പിറ്റലിൽ നാബ് പാലിക്കേണ്ട നാബുമായി ബന്ധപ്പെട്ട കുറെ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് അല്ലെ, മാനദണ്ഡങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞില്ലേ ക്വാളിറ്റി മാനുവല്, പോളിസികൾ, അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻസും ഡോക്യുമെന്റും ഇത് പ്രകാരം ഒരു ചെക്ക് ലിസ്റ്റ് കൊടുക്കും. ഈ നാബ് അവർക്കൊരു ചെക്ക് ലിസ്റ്റ് സെൻഡ് ചെയ്ത് കൊടുക്കും. ആ ഒരു ചെക്ക് ലിസ്റ്റ് പ്രകാരം എന്തൊക്കെയാണോ ഇവർ സബ്മിറ്റ് ചെയ്യേണ്ടത് ആ പറയുന്ന എല്ലാ ഇൻഫർമേഷൻസും ഡോക്യുമെന്റ്സും കൃത്യമായിട്ട് ആ ചെക്ക് ലിസ്റ്റ് പ്രകാരമുള്ള എല്ലാ ഇൻഫർമേഷൻസും ഡോക്യുമെന്റും ആ ഹോസ്പിറ്റലുകാര് ഈ പറയുന്ന നാബിന് സബ്മിറ്റ് ചെയ്യണം. ആ നാബ് എന്ത് ചെയ്യും, അതിനുശേഷം ആ സബ്മിറ്റ് ചെയ്ത ഈ ഡോക്യുമെന്റ്സും ഇൻഫർമേഷൻസും നാബിലുള്ള അസസർ എന്ത് ചെയ്യുന്നു, വിലയിരുത്തുന്നു. അത് അവലോകനം ചെയ്ത് അതിനുശേഷം അവർക്ക് അത് ആ ഒരു ഡോക്യുമെന്റ്സും ഇൻഫർമേഷൻസും വെച്ചുകൊണ്ട് അവർക്കൊരു ഐഡിയ കിട്ടൂലേ, അവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് എല്ലാം നല്ല രീതിയിൽ നടത്തുന്നത് മനസ്സിലാവുകയാണെങ്കിൽ ആ ഒരു കണ്ടിന്യൂവേഷൻ ഓഫ് അക്രഡിറ്റേഷൻ, അത് കൂടുതലും നമ്മുടെ പുനർ അക്രഡിറ്റേഷൻ ഒക്കെ വേണ്ടിയിട്ടാണ് ഇത് കൂടുതലും ഉപയോഗിക്കുന്നത്. അപ്പൊ അതങ്ങനെ ലോക്ക്ഡൌണും കാര്യങ്ങളുള്ള സമയത്തൊന്നും നേരിട്ട് വരാൻ ബുദ്ധിമുട്ട് എന്താണ്, ഓൺലൈൻ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അല്ലാതെ നേരിട്ട് കണ്ടുകൊണ്ടല്ല ചെയ്യുന്നത്. അതാണ് അവിടുത്തെ വ്യത്യാസം കേട്ടോ. ഡെസ്ക്ടോപ്പ് അസിസ്റ്റന്റ് നമുക്ക് നേരിട്ട്, മറ്റേതാവുമ്പോൾ നമ്മൾ നേരിട്ട് ഇപ്പൊ ഓൺലൈൻ വീഡിയോ കോളുകളിലൂടെ കണ്ടല്ലേ ചെയ്യുന്നേ. ഇവിടെ അങ്ങനെയല്ല. ഇപ്പൊ നമ്മള് ഒരു സ്കൂളിലേക്ക് അഡ്മിഷൻ എടുക്കാമോ, നമ്മൾ ഡോക്യുമെന്റ്സ് കൊടുത്തിട്ട് പോരൂലേ, അതുപോലെ ഇവിടെ നമ്മൾ അയച്ചു കൊടുക്കുന്നേ ഉള്ളൂ. അയച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ അവരവിടെ ഇരുന്ന് കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണോ എന്നൊക്കെ വിലയിരുത്തി കഴിഞ്ഞ് ആ ഒരു അസസർ എന്ത് ചെയ്യുന്നു, ഒരു ശുപാർശ കൊടുക്കും, അവരൊരു റിസൾട്ട് എടുക്കും, ഒരു ഫൈൻഡിങ് കിട്ടും എല്ലാവർക്കും അതിൽ നിന്ന്. ആ ഒരു അസസർ പറയുന്ന പ്രകാരം ഇവർക്ക് ആ ഒരു അക്രഡിറ്റേഷൻ നമുക്ക് തുടർന്ന് പോകാനുള്ള അംഗീകാരം കൊടുക്കാം എന്നാണ് അവര് റെക്കമെൻഡ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു അംഗീകാരം കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു അംഗീകാരം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. ഇവിടെ നേരിട്ട് കാണുന്നില്ല, അതവിടെ ഉദ്ദേശിക്കുന്നത്. ഓൺലൈനായിട്ട് നമ്മൾ നേരിട്ട് വീഡിയോ കോളുകളിലൂടെ ഒന്നും അല്ല ചെയ്യുന്നത്. ജസ്റ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു, അതിനുശേഷം അവർ വിലയിരുത്തൽ നടത്തി ഓക്കെ ആണെങ്കിൽ അവർ അതിനനുസരിച്ചുള്ള റെക്കമെൻഡേഷൻസ് കൊടുക്കും. അല്ല എങ്കിൽ ആ ഒരു അസസർ അതിനനുസരിച്ചുള്ള ശുപാർശയാക്കി കൊടുക്കുന്നത്. ആ ഒരു അസസറിന്റെ തീരുമാനത്തിന് അനുസാരമാക്കിയാണ് പിന്നീടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ക്ലിയർ ആണോ ഡെസ്ക്ടോപ്പ് അസസ്മെന്റ്? ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇതൊന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ മിസ്സിനടുത്ത് ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു.